നമസ്കാരം. ശരിക്കും യാങ്ങിന്റെയും ഹാങ്ങിന്റെയും ആ ഇടപെടൽ മാർക്കിനെയും ഒന്ന് വിഷമിപ്പിച്ചു എന്ന് പറയാം. മാർക്കിന്റെ പുറത്ത് തലോടിക്കൊണ്ട് മാക്സ് യാങ്ങിന്റെ ഭാര്യ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നല്ല. അങ്ങനെ ആ സ്ത്രീ പറയുമ്പോൾ അത് ശരിവെച്ചുകൊണ്ട് അവരുടെ ഭർത്താവും മകനും മാർക്കിനോട് അത് തന്നെ പറഞ്ഞു. ആ സ്ത്രീയും അവരുടെ ഭർത്താവും മകനും ശരിക്കും സന്തോഷത്തോടുകൂടി മാർക്കിനോട് അങ്ങനെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് രണ്ടാളുകൾ നിപ്പുണ്ട്. നീലും പിന്നെ ആ ഷൂ ബെഞ്ചമിന്റെ മുഖത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവമാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും അയാളുടെ മുഖത്ത് ഒരു ഞെട്ടൽ എന്തായാലും ഉണ്ട്. ആ സ്ത്രീ ഒരു കാരണവശാലും ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരില്ല എന്ന് ഷൂ ബെഞ്ചമിന് പോലും തോന്നിയതാണ്. ആ സ്ത്രീയാണ് ഇപ്പോൾ എണീറ്റ് നിന്ന് മാർക്കിനോടും അവരുടെ ഹസ്ബൻഡിനോടും മകനോടൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൂ ബെഞ്ചമിൻ വല്ലാതെ അമ്പരപ്പോടെയാണ് ആ കാഴ്ചയിൽ കാണുന്നത്. എന്നാൽ ഇതിനും അപ്പുറത്ത് ഷൂ ബെഞ്ചമിനെ അത്ഭുതപ്പെടുത്തിയത് മാർക്കിന്റെ ആ ചികിത്സാ രീതിയാണ്. മാർക്ക് നേരത്തെ സൂചിപ്പിച്ചത് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടായി തുടങ്ങുന്നുവെന്നും ആ ബ്ലോക്ക് അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ശരിക്കും ഗുരുതരമായ രീതിയിൽ ഉറയ്ക്കുമെന്നും അതിന്റെ ഫലമായിട്ട് ബ്രെയിനിലേക്കുള്ള രക്തഓട്ടം പൂർണ്ണമായി നിലയ്ക്കുന്ന ആ സ്ത്രീ മരിക്കുമെന്നാണ്. അങ്ങനെയുള്ള ഒന്നിലധികവും ബ്ലോക്കിനെ എങ്ങനെയാ ആ അക്യുപങ്ക്ചർ സൂചികൾ ഉപയോഗിച്ച് മാർക്ക് മാറ്റിയെടുത്തത്? അതിന്റെ ടെക്നോളജി എന്താണ്? ഷൂ ബെഞ്ചമിന് ശരിക്കും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതേ ഇല്ല. ശരിക്കും അമ്പരം നിൽക്കുന്ന ഷൂ ബെഞ്ചമിന്റെ അടുത്തേക്ക് അപ്പോഴാണ് സാക്ഷാൽ മാക്സ് ഹാങ് നടന്നു വരുന്നത്. ഷൂവിന്റെ അടുത്തെത്തിയ ഹാങ് ഷൂവിനോട് പറഞ്ഞു, മിസ്റ്റർ ഷൂ ബെഞ്ചമിൻ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇപ്പൊ തന്നെ തിരിച്ച് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ഹലോ മിസ്റ്റർ ഹാങ്, അതെങ്ങനെ ശരിയാകും? ഞാൻ അതിനല്ലേ നിങ്ങൾക്ക് മരുന്ന് നൽകിയത്. ഷൂ ബെഞ്ചമിൻ അങ്ങനെ പറഞ്ഞതും ഹാങ് കൈ നീട്ടി ഒരു ഒറ്റ ഇടി. ശരിക്കും ആ ഷൂ ബെഞ്ചമിൻ എന്ന ഡോക്ടറുടെ വയറ്റിലേക്ക് ഹാങ് ആഞ്ഞിടിക്കുകയായിരുന്നു. ഹാങ് അയാളെ ഇടിക്കുമെന്ന് ഷൂ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഇടിയേറ്റ ഷൂ തെറിച്ച് കുറച്ച് ദൂരേക്കാണ് പോയി വീണത്. തറയിലേക്ക് വീണ ഷൂവിന്റെ അടുത്ത് നടന്നെത്തിയ ഹാങ് അവനോട് പറഞ്ഞു, നിനക്ക് ജീവനോടെ ഇവിടുന്ന് മടങ്ങി പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്. ഇടി കിട്ടിയതും കാര്യം മനസ്സിലായ ഷൂ ബെഞ്ചമിൻ ഉടൻ തന്നെ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. ഹാങ്ങിന്റെ അക്കൗണ്ടിലേക്ക് ഷൂ ബെഞ്ചമിൻ പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയതും മാക്സ് യാങ് അയാളുടെ ഭാര്യ ഒന്നിച്ച് മാർക്കിനോടൊപ്പം നീലുമായി മുറിയുടെ പുറത്തേക്ക് വന്നു. ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്കാണ് അവർ നടന്നു വന്നത്. ഷൂ ബെഞ്ചമിൻ പോയി കഴിഞ്ഞതും മാർക്കിനും നീലിനുമായി ഹാങ്ങും അതുപോലെ യാങ്ങും ചേർന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. ശരിക്കും അവർ രണ്ടുപേരും നല്ല പാചകക്കാരുമാണെന്ന് അവരുണ്ടാക്കിയ ഭക്ഷണം വിളിച്ചു പറയുകയാണ്. മാർക്ക് നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ അച്ഛനും മകനും സന്തോഷത്തോടുകൂടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ മാർക്കിന് അത് ശരിക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മാർക്ക് മാക്സും യാങ്ങിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. ഹേയ് മാർക്ക്, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ചോദിച്ചോ. മിസ്റ്റർ മാക്സ്, എനിക്ക് നിങ്ങളും തോംസൺ ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഒന്ന് അറിയേണ്ടത്. മാർക്ക് തോംസൺ ഗ്രൂപ്പിനെ കുറിച്ച് തിരക്കിയപ്പോൾ മാക്സ് ലേശ കൗതുകത്തോടെ മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, ഈ തോംസൺ ഗ്രൂപ്പിന്റെ ഫ്രെഡി എന്നോട് ഒരു ലോൺ ചോദിച്ചിരിക്കുകയാണ്. ശരിക്കും ഞങ്ങളുടെ ബോർഡിൽ ആ ലോണിനെ കുറിച്ചുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞു. അത് കേട്ടതും മാർക്ക് മാക്സിനോട് പറഞ്ഞു, മിസ്റ്റർ മാക്സ്, താങ്കൾക്ക് ആ ലോണ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ബാങ്ക് ഓഫ് ചിൽടൗൺ ശരിക്കും ഒരു കൊമേഴ്സ്യൽ ബാങ്കാണ്. അവരുടെ ഒരു നല്ല കസ്റ്റമറാണ് ഈ തോംസൺ ഗ്രൂപ്പ്. തോംസൺ ഗ്രൂപ്പ് പലപ്പോഴും ബാങ്ക് ഓഫ് ചിൽടൗണിൽ നിന്ന് ലോൺ എടുക്കാറുമുണ്ട്. കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തോംസൺ ഗ്രൂപ്പ് ചോദിച്ചിരിക്കുന്ന ലോണ് കൊടുക്കാൻ ഏതാണ്ട് തത്വത്തിൽ അവർ ധാരണയായിരിക്കുകയാണ്. പക്ഷേ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ മാക്സ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഓക്കെ, അത് ചെയ്യാം. ശരിക്കും തോംസൺ ഗ്രൂപ്പിനെ കടക്കണിയിൽ പെടുത്തണമെങ്കിൽ അവർക്ക് ലോൺ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം. അതിനുള്ള നടപടിയിലേക്കാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഇവിടെ കടക്കുന്നത്. മാർക്കിനെ ആ വസതിയിലേക്ക് എമിലി ബ്ലാക്ക് അയച്ചത് തന്നെ ആ ഉദ്ദേശത്തിലാണ്.
അത് മാർക്കിനും അറിയാം. മാർക്ക് പറഞ്ഞ കാര്യം ചെയ്യാമെന്ന് മാക്സ് സമ്മതിച്ചതും മാക്സിന്റെ മകൻ ഹാങ് ഒരു ബോക്സുമായി ആ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. ഹാങ് ആ ബോക്സ് ഡൈനിങ് ടേബിളിൽ വെച്ചതും മാർക്കിനോടായി യാങ് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഇത് സ്വീകരിക്കണം. മാക്സ്, എന്താ ഇത്? മാർക്ക്, ഇത് ഞങ്ങളുടെ ഒരു സമ്മാനമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ച ആ പെട്ടി മാക്സ് എടുത്ത് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. ശരിക്കും മനോഹരമായ ഒരു പെട്ടിയാണ്. ആ പെട്ടിക്കകത്തുള്ള വസ്തുക്കൾ പുറത്തുനിന്ന് നോക്കിയാൽ കുറേശ്ശെ കാണാം. അകത്തുള്ളത് ഒരു ചെടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. മാർക്ക് സാവധാനം ആ ബോക്സിനെ മൂടി തുറന്നു. അതിനകത്തുള്ളത് ശരിക്കും ജീവനുള്ള ഒരു ജിൻസിങ് ചെടിയാണ്. ഒരു ചെടിച്ചട്ടി ആ ബോക്സിനകത്തുണ്ട്. ആ ചെടിച്ചട്ടിയിൽ നല്ല തിളക്കത്തോടുകൂടി ഒരു ജിൻസിങ് ചെടി നിൽക്കുകയാണ്. അത് കണ്ട മാർക്ക് ആ ചെടിയിലേക്ക് മുഖം കുനിച്ച് അതിനെ ഒന്ന് മണപ്പിച്ച് നോക്കുകയാണ്. ശരിക്കും ആ ചെടി മണപ്പിച്ച മാർക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. മാർക്ക് അത്ഭുതത്തോടെ മാക്സിനോട് ചോദിച്ചു, മിസ്റ്റർ മാക്സ്, ഇതിന് ശരിക്കും പ്രായമുണ്ടല്ലോ? അതെ മാർക്ക്, അത് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ജിൻസിങ് ചെടിയാണ്. 100 വർഷത്തിലധികം ആയുസ്സുള്ള ഒരു ജിൻസിങ് ചെടി എന്ന് പറയുമ്പോൾ അതിന്റെ ഔഷധ ഗുണം വൻതോതിൽ ഉയർന്നതായിരിക്കും. ആ യാഥാർത്ഥ്യം അറിയാവുന്ന മാർക്ക് ശരിക്കും അത്ഭുതത്തോടുകൂടി മാക്സിനോട് ചോദിച്ചു പോവുകയാണ്, മിസ്റ്റർ മാക്സ്, നിങ്ങളിത് എനിക്ക് സമ്മാനമായി തരികയാണ്? അതെ മാർക്ക്, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് നൽകിയതാണ്. ഈ ചെടി കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഉപയോഗമൊന്നുമില്ല, മാർക്കിന് ഇത് ഉപയോഗപ്പെടും, അതുകൊണ്ടാണ് ഞാൻ മാർക്കിന് തരുന്നത്. ശരിക്കും മാർക്കിന് ആ വീട്ടിലെ ആളുകളുടെ പെരുമാറ്റം അങ്ങ് ഇഷ്ടമായി എന്ന് തന്നെ പറയാം. മാർക്ക് ആ ചെടിയുമായി എണീറ്റതും മാർക്കിനോടായി മാക്സ് പറഞ്ഞു, മാർക്ക്, നാളെ രാവിലെ 9 മണിക്ക് മിസ്റ്റർ തോംസൺ ബാങ്കിൽ വരുന്നുണ്ട്. അത് കേട്ടതും മാർക്ക് മാക്സിനോട് പറഞ്ഞു, മിസ്റ്റർ മാക്സ്, അങ്ങനെയാണെങ്കിൽ ഞാനും ആ സമയത്ത് അങ്ങോട്ടേക്ക് വരട്ടെ. എനിക്ക് തോംസൺ ലോൺ അപേക്ഷിച്ച് വരുമ്പോൾ നിങ്ങൾ നിരസിക്കുന്ന ആ രംഗം ഒന്ന് കാണാൻ താല്പര്യമുണ്ട്. മാർക്കിന്റെ ആവശ്യം കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് മാക്സ് അത് സമ്മതിച്ചു. ശരിക്കും സന്തോഷത്തോടെയാണ് മാർക്കും നീലും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇപ്പോ മാർക്കിന്റെ കയ്യിൽ 2 വില കൂടിയ ചെടികളുണ്ട്. വെസ്ലി സ്കൂളിന്റെ ഉടമ വെസ്ലി നൽകിയ ആ ചെടിയും ഇപ്പോ ആ ബാങ്കിന്റെ ഉടമ മാക്സ് നൽകിയ ചെടിയും രണ്ടും അമൂല്യങ്ങളാണ്. ആ 2 ചെടികളും ഉപയോഗിച്ച് ഒരു മരുന്നുണ്ടാക്കാൻ പറ്റിയാൽ തനിക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഒരു തോന്നൽ മാർക്കിനുണ്ട്. അതിൻ്റെതായ ഒരു സന്തോഷം അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ മാർക്കിന്റെ മുഖത്തുണ്ട്. പിറ്റേ ദിവസം മാർക്ക് എണീറ്റ് റെഡിയാകുമ്പോൾ നീല് നല്ല ഉറക്കത്തിലാണ്. നീലിനെ വിളിച്ചുണർത്താതെ മാർക്ക് ഏകദേശം 9 മണിയായപ്പോൾ ബാങ്കിലെത്തി. മാർക്ക് ബാങ്കിനകത്തേക്ക് കടക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത്. മാർക്ക്! ശബ്ദം കേട്ട് മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് മിഡിൽ സിറ്റിയിൽ നിന്ന് മാർക്കിനൊപ്പം ചിൽടൗണിലേക്ക് വന്ന അവന്റെ ഹൈസ്കൂൾ ഫ്രണ്ട് സീനയാണ്. സീന ചിൽടൗണിൽ ഏതോ ബാങ്കിന്റെ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വരുന്നു എന്നാണ് ബസ്സിൽ വെച്ച് മാർക്കിനോട് പറഞ്ഞിരുന്നത്. ആ ഓർമ്മ മനസ്സിലേക്ക് വന്ന മാർക്ക് സീനയോട് ചോദിച്ചു, സീന, ഇവിടെയാണോ ഇന്റർവ്യൂ? അതെ അതെ. ശരിക്കും സന്തോഷത്തോടെ സീന അങ്ങനെ പറഞ്ഞിട്ട് സീന മാർക്കിനെ അവളുടെ കൂടെ വന്ന ആളെ പരിചയപ്പെടുത്തി. ശരിക്കും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സീനയ്ക്കൊപ്പമുണ്ട്. മാർക്ക്, ഇതെന്റെ കസിനാണ്, റോയ് ഫിലിപ്പ്. റോയിയാണ് എനിക്ക് ഇന്റർവ്യൂവിന് ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. ആ ബാങ്കിൽ ഒരു പ്രൊബേഷണറി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ മാനേജേഴ്സ് ഇന്റർവ്യൂ ചെയ്ത് ആളെ എടുക്കുകയാണ് പതിവ്. ശരിക്കും പരിചയക്കാരെ തന്നെയാണ് പലപ്പോഴും മാനേജർമാർ റിക്രൂട്ട് ചെയ്യുക. റോയ് ഫിലിപ്പ് ആ ബാങ്കിന്റെ ഒരു മാനേജറെ പരിചയപ്പെട്ടു വെച്ചിട്ടുണ്ട്. ആ മാനേജർ വഴി സീനയെ ആ ബാങ്കിൽ കയറ്റിവിടാം എന്ന് കരുതിയാണ് റോയി സീനയുമായി അവിടെ എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് സീനയും റോയും കൂടി കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടപ്പോൾ മാർക്കിന് സന്തോഷമായി. പെട്ടെന്ന് സീന മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തിനാ ഇവിടെ വന്നേ? സീന, ഞാനേ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റിനെ ഒന്ന് കാണാവുന്നതാണ്. ബാങ്കിന്റെ പ്രസിഡന്റിനെ? മാർക്ക് എന്താ ഈ പറയുന്നത്? ശരിക്കും സീന അത്ഭുതത്തോടെ അങ്ങനെ ചോദിച്ചു പോവുകയാണ്. അതേസമയത്ത് സീനയുടെ ഒപ്പമുള്ള റോയിയുടെ മുഖത്തും ഒരു അമ്പരപ്പുണ്ട്. ബാങ്കിലെ മാനേജറെ കബളിപ്പിക്കാൻ തന്നെ അവൻ ശരിക്കും പാടുപെട്ടിട്ടുണ്ട്. അവന്റെ പല ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവൻ യഥാർത്ഥത്തിൽ ഈ മാനേജറുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയത്. ആ മാനേജറിന്റെ വളരെ മുകളിൽ നിൽക്കുന്ന കക്ഷിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ പ്രസിഡന്റിനെ കാണാൻ മാർക്ക് വന്നു എന്ന് കേട്ടപ്പോൾ
സ്വാഭാവികമായിട്ടും അത് വിശ്വസിക്കാൻ സീനയ്ക്കും അതുപോലെ റോയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. ചിൽറ്റൗണിലെ ആ ബാങ്കിന്റെ പ്രസിഡന്റിനെ അങ്ങനെ അങ്ങ് കാണാൻ കഴിയില്ലെന്ന് റോയ് ഫിലിപ്പിനെ അറിയാം. അതുകൊണ്ട് തന്നെ റോയ് സീനയോട് പറഞ്ഞു, സീന, നിന്റെ സുഹൃത്ത് ശരിക്കും വാചകം അടിക്കുന്ന ആളാണല്ലോ. റോയ് സീനയോട് ശബ്ദം താഴ്ത്തി അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ മാർക്ക് കേട്ടായിരുന്നു. പക്ഷെ മാർക്ക് കൂടുതൽ വിശദീകരണത്തിനൊന്നും നിൽക്കാതെ സീനോട് പറഞ്ഞു, സീന, നീ മാനേജറെ കാണാൻ പോവുകയാണെങ്കിൽ ഞാൻ കൂടെ വരാം, എനിക്ക് മാനേജറിന് കണ്ടിരിക്കാമല്ലോ. അങ്ങനെ സീനയോട് മാർക്ക് പറഞ്ഞപ്പോൾ അവർ 3 പേരും കൂടി മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. മാനേജറുടെ ക്യാബിനിലെ വാതിൽ തുറന്ന് റോയ് അകത്തേക്ക് കാല് വെച്ചപ്പോൾ ശരിക്കും റോയ് എന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം. അതിന്റെ കാരണം ആ ക്യാബിനുള്ളിലെ ഒരു രസകരമായ രംഗമാണ്. മാനേജറുടെ കസലിരിക്കുന്ന വ്യക്തിയുടെ തുടയിൽ ഒരു സുന്ദരി ഇരിക്കുകയാണ്. അവളുടെ ഒരു കൈ മേശപ്പുറത്താണ്. ശരിക്കും ആ സുന്ദരിയെ ആ മാനേജർ ഏതാണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ തുടയിലിരിക്കുന്ന ആ സുന്ദരിയെ മാനേജർ ഇങ്ങനെ ആലിംഗനം ചെയ്യുമ്പോഴാണ് വാതിൽ തുറന്ന് റോയ് ഫിലിപ്പ് അകത്തേക്ക് ചെല്ലുന്നത്. റോയുടെ തൊട്ടുപുറകെ മാർക്കും സീനയും അകത്തേക്ക് കയറിയിരുന്നു. അവർ 3 ആ രംഗം കണ്ടു. പെട്ടെന്ന് ആരോ ക്യാബിനിലേക്ക് കയറിയത് മനസ്സിലായതും മാനേജറുടെ തുടയിലിരിക്കുകയായിരുന്ന ആ യുവതി ചാടി താഴെ ഇറങ്ങി. അവളുടെ മുഖത്ത് ലേശൊരു ചമ്മലുണ്ട്. പക്ഷെ ആ ചമ്മലൊന്നും മാനേജറുടെ മുഖത്തില്ല. മാനേജർ ദേഷ്യപ്പെട്ട് ക്യാബിനിലേക്ക് കയറുന്ന ആളോട് ചോദിച്ചു, ഏയ്, ഒരു ക്യാബിനിലേക്ക് കിടക്കുന്നത് ഇങ്ങനെയാണോ? മാനേജറുടെ ക്യാബിനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും ക്യാബിനിലൊന്ന് മുട്ടിയിട്ട് പെർമിഷൻ വാങ്ങിയിട്ടാണ് അകത്ത് കിടക്കാൻ. ആ പെർമിഷൻ വാങ്ങൽ പ്രക്രിയ ഇവിടെ നടന്നിട്ടില്ല. അകത്തേക്ക് കടന്നു വന്ന ആളുകളുടെ കൂട്ടത്തിൽ റോയ് ഫിലിപ്പിനൊപ്പം സുന്ദരിയായ ഒരു യുവതിയും കണ്ട ആ മാനേജർ മുഖത്ത് ഉണ്ടായ ദേഷ്യം പെട്ടെന്നങ്ങ് മാറി. അയാൾ ചിരിച്ചുകൊണ്ട് റോയോട് പറഞ്ഞു, ഹേയ് റോയ്, നീ ആയിരുന്നു ബാബാ. അങ്ങനെ പറഞ്ഞിട്ട് മാനേജർ അടുത്ത് നിൽക്കുന്ന ആ യുവതിയോട് പറഞ്ഞു, ആ നീ വെക്കും. ആ യുവതി ചിരിച്ചുകൊണ്ട് ആ ടീമിന്റെ മുന്നിൽ കൂടെ തന്നെ നടന്ന് പുറത്തേക്ക് പോയി. ശരിക്കും മാർക്കും സീനയും വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. ബാങ്കിലെ ഒരു സ്റ്റാഫാണ് മാനേജറുടെ മടി കയറിയിരുന്നത്. സീനയുടെ മുഖത്തുള്ള ഒരു അന്താളിപ്പ് കണ്ട മാനേജർ ഹസ്കർ സീനയെ നോക്കിയിട്ട് റോയോട് ചോദിച്ചു, അല്ല റോയ്, നീ എന്താ വന്നേ? അങ്ങനെ പറഞ്ഞിട്ട് ഹസ്കർ 3 പേരോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. 3 പേരും ഇരുന്ന് കഴിഞ്ഞതും റോയ് ഹസ്കറോട് പറഞ്ഞു, മിസ്റ്റർ ഹസ്കർ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഈ ബാങ്കിൽ ഒരു വേക്കൻസി ഉണ്ടെന്നും ആ വേക്കൻസിയിലേക്ക് അനുയോജ്യമായ ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഇത് എൻ്റെ കസിനാണ് സീന, ആള് മിടുക്കിയാണ്. അങ്ങനെ ഹസ്കറെ സീനയെ പരിചയപ്പെടുത്തിയതും ഹസ്കർ ഒന്ന് ചിരിച്ചു. ആഹാ, മിടിക്കുക. ശരിക്കും അയാൾ സീനയെ ഏതാണ്ട് തല മുതൽ കാൽപാദം വരെ നേരത്തെ തന്നെ ഒന്ന് നോക്കിയതാണ്. അയാൾ വീണ്ടും സീനയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാണ്. സീന ഒരു സുന്ദരി തന്നെയാണ്. സീനയെ കണ്ട് ചിരിച്ചിട്ട് ഹസ്കർ പറഞ്ഞു, എന്താ പേര്? സർ, എന്റെ പേര് സീന ഫിലിപ്പ് എന്നാണ്. ഫിലിപ്പ് കുടുംബത്തിലെ സഹോദരന്മാരുടെ മക്കളാണ് യഥാർത്ഥത്തിൽ സീനയും അതുപോലെ റോയും. സീന അവളുടെ പേര് പറഞ്ഞതിന് ശേഷം അവളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന രേഖകളൊക്കെ മാനേജറുടെ മുന്നിലേക്ക് വെച്ചു. ആ ഡോക്യുമെന്റ്സിലൂടെ കടന്നുപോയ ഹസ്കർ സീനയോട് പറഞ്ഞു, ഏയ്, ഹൈലി ക്വാളിഫൈഡ് ആണല്ലോ ഇയാള്, കൊള്ളാം, എന്നാൽ എനിക്ക് ഇഷ്ടമായി. പക്ഷെ സീന, ഇവിടെ ജോലി ചെയ്യുമ്പോൾ നീ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. സർ, അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? ഹേയ് സീന, നീ ഇവിടെ വന്നപ്പോ ഒരു കാഴ്ച കണ്ടില്ലേ? ഒരു സ്റ്റാഫ് എന്റെ മടിയിൽ ഇരിക്കുന്നത്. സീനയോട് ആ ചോദ്യം ഹസ്കർ ചോദിച്ചപ്പോ അതിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ സീന അമ്പരപ്പോടെ ഹസ്കർ നോക്കണ കണ്ടതും ഹസ്കർ സീനയോട് പറഞ്ഞു, ഇവിടെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ എന്റെ മടിയിലേക്ക് ഇരിക്കും. മിസ് സീന, ചിലപ്പോ നീ ഇരിക്കേണ്ടി വരും. വളരെ വെട്ടി തുറന്നുകൊണ്ട് ഇന്റർവ്യൂവിന് വന്ന ആ പെൺകുട്ടിയോട് ഹസ്കർ അങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് മാർക്കിനുണ്ട്. ബാങ്ക് ഓഫ് ചിൽറ്റൗണിലെ അറിയപ്പെടുന്ന ബാങ്കാണ്. ശരിക്കും ചിൽറ്റൗണിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്കാണ് ബാങ്ക് ഓഫ് ചിൽറ്റൗൺ. ചിൽഷെയർ പ്രോവിൻസിൽ ആ ബാങ്കിനൊപ്പം നിൽക്കുന്ന വേറൊരു ബാങ്ക് ഇല്ല എന്ന് തന്നെ പറയാം. ആ ബാങ്കിലെ ഒരു മാനേജർ ലേഡി സ്റ്റാഫുകളെ ശരിക്കും ചൂഷണം ചെയ്യുകയാണെന്ന് ഹസ്കറുടെ വാക്കുകൾ ഏതാണ്ട് വ്യക്തമാക്കുകയാണ്. ഹസ്കർ അങ്ങനെ പറഞ്ഞതും റോയി ഹസ്കറോട് പറഞ്ഞു, മിസ്റ്റർ ഹസ്കർ, സീന എൻ്റെ സഹോദരിയാണ്. ഏയ് റോയി, അതിനെന്താ, നിന്റെ കസിനാണെങ്കിലും ആള് സുന്ദരിയല്ലേ, അവളെന്റെ മടിയിൽ ഇരിക്കുന്നതിൽ എന്താ കുഴപ്പം? അയാള് വീണ്ടും വളരെ വെട്ടിത്തുറന്ന് ഇതൊക്കെ ഒരു സാധാരണ സംഭവം എന്ന ശൈലിയിലാണ് സംസാരിക്കുന്നത്. ശരിക്കും അയാളുടെ സംഭാഷണം മാർക്കിനെയും അതുപോലെ റോയിയും സീനയും
തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത്. ഒരു ബാങ്കിൽ ഈ ശൈലിയിൽ ആരെങ്കിലും സംസാരിക്കുമെന്ന് അത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. പെട്ടെന്ന് റോയി ഹസ്കറോട് പറഞ്ഞു, മിസ്റ്റർ ഹസ്കർ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എൻ്റെ സിസ്റ്ററാണ് സീന. നിങ്ങൾക്ക് ഈ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ വേറെ കോൾ ഗേൾസിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. റോയി, നീ എന്തായി പറഞ്ഞേ? കോൾ ഗേൾസിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന്? ഞാനെന്താ സ്ത്രീകളെ കാണാതെ വിഷമിക്കുന്ന ആളാണെന്ന് നീ കരുതിയിരിക്കുകയാണ്? അതോ എൻ്റെ കയ്യിൽ പണമില്ലാന്ന് നീ കരുതുകയാണോ? ഞാൻ വിചാരിച്ചാൽ ഏത് സ്ത്രീയും എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറയും പോലെയൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില ദിവസങ്ങൾ എന്നോടൊപ്പം എൻ്റെ മുറിയിൽ സീന കഴിയേണ്ടിയും വരും. അയാൾക്ക് ഒരു മറയുമില്ല. അയാൾ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയാണ്, അയാൾ മാനേജറായിരിക്കുന്നിടത്തോളം കാലം അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സീന ബാധ്യസ്ഥയാണ്. അതിന് സീന വില്ലിങ് ആണെങ്കിലേ സീനയെ അയാൾ ആ ബാങ്കിൽ നിയമിക്കാനായി റെക്കമെൻഡ് ചെയ്യും. മാനേജർ എന്ന നിലയിൽ അയാളുടെ റെക്കമെൻഡേഷൻ സ്വാഭാവികമായിട്ടും മാനേജ്മെന്റ് പരിഗണിക്കുമെന്ന് അർത്ഥം. ശരിക്കും ഒരു അമ്പരപ്പ് സീനയുടെയും റോയിയുടെ മുഖത്തുണ്ട്. അതേ സമയത്ത് വളരെ ശാന്തമായി ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. തന്റെ മുന്നിലിരിക്കുന്ന ആ 3 ആളുകളെയും ഒന്ന് നോക്കിയിട്ട് ഹസ്കർ അയാളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. അയാള് ആ ടേബിള് കറങ്ങി സീനയുടെ പുറകിൽ വന്നു. പുറകിലെത്തിയ അയാൾ പതുക്കെ 2 കൈ കൊണ്ടും സീനയുടെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചു. ശരിക്കും പ്രൊവക്കേറ്റീവായ ശൈലിയിൽ സീനയുടെ ഷോൾഡറിൽ അയാൾ ഇങ്ങനെ കൈ വെച്ചതും സീനയുടെ അടുത്തിരിക്കുന്ന റോയി ഹസ്കറിന്റെ കൈ പിടിച്ചെടുത്തു. മിസ്റ്റർ ഹസ്കർ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അവന്റെ കസിൻ സിസ്റ്ററായ സീനയുടെ പുറത്ത് കൈവയ്ക്കാൻ മാനേജറായ ഹസ്കിനെ റോയി അനുവദിക്കുമോ ഇല്ലയോ എന്നറിയാൻ കൗതുകത്തോടെ ആ ഭാഗത്തേക്ക് നോക്കിയ മാർക്കിന് റോയിയുടെ പെരുമാറ്റം അങ്ങ് ഇഷ്ടമായി. അവൻ അല്പം നട്ടലുള്ളവനാണ്. അങ്ങനെ മാർക്ക് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും റോയി ചാടി എണീറ്റു. റോയി ഏതാണ്ട് ഹസ്കറെ തള്ളി മാറ്റിയായിരുന്നു. മിസ്റ്റർ ഹസ്കർ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? റോയ്, അധികം ഒച്ചയെടുക്കണ്ട. ഇവിടെ ഞാൻ പറയുന്നത് നടക്കൂ. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. നിന്റെ ഈ കസിന് ഇവിടെ ജോലി വേണമെങ്കിൽ എന്നെ അനുസരിക്കേണ്ടി വരും. ഇനി ഞാൻ കൂടുതലൊന്നും വളച്ചു കെട്ടുന്നില്ല. ഇന്നത്തെ രാത്രി ഇവൾ എനിക്കൊപ്പം ഞാൻ പറയുന്ന ഹോട്ടലിൽ കഴിച്ചു കൂട്ടിയാലേ ഇവൾക്ക് ഈ ബാങ്കിൽ ജോലിക്ക് അർഹതയുണ്ടാവും. നീ തന്നെ ഇവളെ ഞാൻ പറയുന്ന ഹോട്ടലിൽ എത്തിക്കണം. ഹസ്കർ, അനാവശ്യം പറയരുത്. ശരിക്കും റോയിക്ക് വല്ലാതങ്ങ് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്ന റോയി അവന്റെ ഷർട്ട് സ്ലീവ് മുകളോട്ടാക്കിയിട്ട് ശരിക്കും ഹസ്കറെ തല്ലാനായി മുന്നോട്ട് കുതിക്കാൻ പോയതും ഹസ്കർ റോയിയോട് പറഞ്ഞു, റോയി, അതൊന്നും വേണ്ട. എന്നെ തല്ലിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതിയാൽ അത് നടക്കില്ല. ഇവിടെ ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടി വരാൻ സെക്യൂരിറ്റി ഗാർഡുകൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഹസ്കർ പറയുമ്പോൾ ആ ക്യാബിന് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളെ കണ്ണാടിയിൽ കൂടി റോയിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവനെ ആ ക്യാബിനകത്തിട്ട് ചവിട്ടി കൂട്ടാൻ പറ്റുന്ന അത്രയും ആളുകൾ പുറത്തുണ്ട്. ആ കാര്യം റോയിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു തോന്നൽ റോയിക്ക് ഉണ്ടായതും റോയെ മറികടന്ന് ഹസ്കർ സീനയുടെ മുന്നിലേക്ക് വന്നു. സീന, അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാൾ സീനയുടെ പുറത്ത് കൈവയ്ക്കാൻ പോവുകയാണ്. അത് കണ്ടതും റോയി സീനയുടെ മുന്നിലേക്ക് കയറി. സീനയ്ക്കും ഹസ്കർക്കും ഇടയിൽ ഇപ്പോ റോയി ഉണ്ട്. റോയി ഹസ്കറോട് പറഞ്ഞു, ഹസ്കർ, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അവളെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. റോയി അങ്ങനെ തീർത്തു പറഞ്ഞതും അതുവരെ നിശബ്ദനായിരുന്ന മാർക്ക് ഹസ്കറോട് ചോദിച്ചു, മിസ്റ്റർ ഹസ്കർ, ഈ ബാങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നത്? അത്രയും സമയം ആ സംഭാഷണത്തിൽ ഒന്നിലും പങ്കെടുക്കാതിരുന്ന മാർക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ഹസ്കർ മാർക്കിനോടായി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഇവിടുത്തെ നിയമങ്ങൾ. അപ്പോ പ്രസിഡന്റിന് ഇവിടെ റോളൊന്നുമില്ലേ? പെട്ടെന്ന് പ്രസിഡന്റിന് റോളൊന്നുമില്ലേ എന്ന് മാർക്ക് ചോദിച്ചതും ഹസ്കർ മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, പിന്നെന്താ, പ്രസിഡന്റാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക, പക്ഷേ ഞാൻ പറയുന്നത് പ്രസിഡന്റ് ചെയ്യൂ. അങ്ങനെ ഹസ്കർ പറഞ്ഞതും മാർക്ക് ഫോൺ കയ്യിലെടുത്തു. മാർക്ക് ഫോൺ കയ്യിലെടുക്കുന്ന കണ്ട ഹസ്കർ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് ചോദിച്ചു, എന്താ പ്രസിഡന്റ് വിളിക്കാൻ പോകണോ? അതെ ഹസ്കർ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ പ്രസിഡന്റിനെ വിളിക്കാൻ പോകുന്നു? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫോണിലെ ഒരു നമ്പർ ഡയൽ ചെയ്യാനായിട്ട് പോയതും മാർക്കിന്റെ ഫോൺ ശബ്ദിച്ചു. ഫോൺ വിളിക്കുന്നത് സാക്ഷാൽ മാക്സ് യാങ് ആണ്. മാർക്ക് ഫോൺ അറ്റൻഡ് ചെയ്തതും മറുഭാഗത്തുനിന്ന് ചോദ്യം,
ഏയ് മാർക്ക്, താങ്കൾ എവിടെയാണ്? ഞാനിവിടെ ബാങ്കിൽ എത്തിക്കഴിഞ്ഞേ. ഹലോ മിസ്റ്റർ മാക്സ്, ഞാനിവിടെ നിങ്ങളുടെ മാനേജറുടെ ക്യാബിനിലുണ്ട്. മാനേജറുടെ ക്യാബിനിലോ? അതെ, മിസ്റ്റർ ഹസ്കറിന്റെ ക്യാബിനിലാണ് ഉള്ളത്. അയാൾ സ്ത്രീകളോട് വളരെ മോശമായ പെരുമാറുന്നത്. അതുമാത്രമല്ല, അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ കാല് തല്ലി ഓടിക്കുന്നൊക്കെ പറയുന്നത്. അത് കേട്ടതും മറുഭാഗത്തുള്ള മാക്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ദാ വരുന്നു. മാക്സ് അങ്ങനെ പറഞ്ഞതും ഫോൺ കട്ടായി. ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട മാർക്കിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹസ്കർ പറഞ്ഞു, നീ കൊള്ളാമല്ലോ, നീ ശരിക്കും നാടകത്തിലേക്ക് അഭിനയിക്കേണ്ട ആളാണ്. എന്ത് തന്മയത്വമായിട്ടാ നീ അഭിനയിക്കുന്നത്. അങ്ങനെ ഹസ്കർ പറഞ്ഞപ്പോ മാർക്കിന്റെ ഷോ ലേശം കടന്നുപോയി എന്ന് മനസ്സിലാക്കിയ റോയും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞിട്ട് ആ ക്യാബിൽ നിന്ന് മാർക്കിനെയും അതുപോലെ സീനയും കൊണ്ട് പുറത്തിറക്കാനുള്ള ഒരു ശ്രമമാണ് റോയ് നടത്തുന്നത് മനസ്സിലാക്കിയ ഹസ്കർ മേശപ്പുറത്തുനിന്ന് ബെല്ലിലൊന്ന് പ്രസ് ചെയ്തു. ഹസ്കർ ബെല്ലിലൊന്ന് പ്രസ് ചെയ്തതും വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. അയാളോടായി ഹസ്കർ പറഞ്ഞു, കോൾ സെക്യൂരിറ്റി. കേൾക്കേണ്ട താമസം ആ ക്യാബിന്റെ പുറത്ത് കോറിഡോറിൽ ഉണ്ടായിരുന്ന 3-4 സെക്യൂരിറ്റിക്കാർ ക്യാബിനകത്തേക്ക് ഓടി വന്നു. ശരിക്കും അകത്ത് നടക്കുന്ന സംഭാഷണം പുറത്തു വയ്ക്കുന്ന സെക്യൂരിറ്റിക്കാർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അകത്ത് എന്താണ് നടന്നതെന്ന് അവർക്കൊരു പിടിയില്ല. വാതിൽ തുറന്ന് അകത്തേക്ക് ഓടി വന്ന സെക്യൂരിറ്റിക്കാരോടായി ഹസ്കർ പറഞ്ഞു, ദാ ഈ 3 ഇവിടുന്ന് പിടിച്ച് പുറത്താക്ക്. കേൾക്കേണ്ട താമസം സെക്യൂരിറ്റിക്കാർ മുന്നോട്ട് കുതിക്കാൻ പോയതും അതിനേക്കാൾ വേഗതയിൽ റോയെ മറികടന്ന് മുന്നോട്ട് നീങ്ങിയ മാർക്ക് കൈ നിവർത്തി ഒരൊറ്റയാടി. സെക്യൂരിറ്റിക്കാർ കണ്ടുകൊണ്ട് നിൽക്കെ മാനേജർ ഹസ്കറിന്റെ കവളിൽ മാർക്കിന്റെ കൈ ഒന്ന് പതിഞ്ഞു. ശരിക്കും ആ ക്യാബിനകത്ത് ഒരു ശബ്ദമുണ്ടായത് ഇപ്പോ പുറത്തു നിൽക്കുന്ന സ്റ്റാഫുകൾക്കും കേൾക്കാം. കാരണം സെക്യൂരിറ്റിക്കാർ കടന്നു വന്നപ്പോൾ വാതിലിന്റെ പകുതി ഭാഗം തുറന്നിരിക്കുകയാണ്. മാനേജർ ഹസ്കറിന്റെ മുറിയിൽ എന്തോ സംഭവിക്കുന്ന ഒരു ഫീല് ഇപ്പോ ബാങ്കിനകത്തുണ്ട്. അങ്ങനെ തോന്നിയതും കൂടുതൽ സെക്യൂരിറ്റിക്കാർ അവിടേക്ക് ഓടി വന്നു തുടങ്ങി. അടിയേറ്റ് ഒന്ന് പതറിപ്പോയ ഹസ്കർ അമ്പരപ്പോടെ മാർക്കിനൊന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു, ഇവനെ കൈയും കാലം അടിച്ചോടിക്ക്. കേൾക്കേണ്ട താമസം ആ സെക്യൂരിറ്റിക്കാർ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയതും പുറത്തുനിന്ന് ഉറക്കൊരു ശബ്ദം. മാനേജറുടെ ക്യാബിന്റെ വാതിൽ പകുതി തുറന്നിരിക്കുന്നത് കൊണ്ട് കുറച്ച് ദൂരെ നിന്ന് വന്ന ആ ശബ്ദം മാനേജറുടെ ക്യാബിൽ കേൾക്കാൻ പറ്റിയതാണ്. ശരിക്കും മുഴക്കമുള്ള ശബ്ദമാണ് അകത്ത് കേട്ടത്. സ്റ്റോപ്പ് ഇറ്റ് എന്ന് ബാങ്കിന്റെ അകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ട് എന്റെ സ്റ്റാഫും പെട്ടെന്ന് ചാടി എണീക്കുന്നതിന്റെ ഒരു ശബ്ദം ക്യാബിനകത്തിരിക്കുന്ന ഹസ്കറും സെക്യൂരിറ്റിക്കാരും കേട്ടു. എന്താണ് സംഭവം എന്ന് ആർക്കൊരു പിടിയില്ല. എല്ലാരും ഞെട്ടിത്തിരിഞ്ഞ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോഴേക്കും സാക്ഷാൽ മാക്സ് യാങ് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ശരിക്കും അയാൾ കിതയ്ക്കുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റിൽ താഴെ എത്തിയ അയാൾ അവിടെ നിന്ന് അതിവേഗം ഹസ്കറിന്റെ ക്യാബിനിലേക്ക് ഓടുകയായിരുന്നു. ഹസ്കറിന്റെ ക്യാബിനകത്തേക്ക് ഓടിക്കേറി വരുന്ന പ്രസിഡന്റ് മാക്സ് യാങ്ങിനെ കണ്ട സെക്യൂരിറ്റിക്കാരും ഒരു നിമിഷം സ്ട്രക്ക് ആയതുപോലെയായി. മാർക്കിന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങിയ ഹസ്കർ അകത്തേക്ക് കയറി വരുന്ന പ്രസിഡന്റിനെ കണ്ടു. അയാൾ പെട്ടെന്ന് മുന്നോട്ട് ഓടി പ്രസിഡന്റ് അടുത്തെത്തി. പ്രസിഡന്റ് മാക്സ്, അങ്ങെന്താ ഇവിടെ? അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ പ്രസിഡന്റ് മാക്സ് യാങ് അതിവേഗം നടന്ന് മാർക്കിന്റെ മുന്നിലെത്തി. മിസ് മാർക്ക് ഫെല്ലർ, സോറി, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചത്, സോറി. അയാൾ വീണ്ടും സോറി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും മാക്സിനൊപ്പം ആ ക്യാബിനിലേക്ക് നടന്നു വരികയായിരുന്ന പല ഉദ്യോഗസ്ഥരും എന്താണ് സംഭവം എന്നറിയാതെ അമ്പരപ്പോടെ അകത്തേക്ക് നോക്കുകയാണ്. ആ ഹസ്കർ എന്ന മാനേജറുടെ മുറിയിലുള്ള ഒരു മനുഷ്യനെ നോക്കി പ്രസിഡന്റ് മാക്സ് യാങ് സോറി പറയുകയാണ്. ശരിക്കും ഈ നിമിഷത്തിൽ ഹസ്കർ വിറച്ചു തുടങ്ങി. നേരത്തെ ഫോണിലൂടെ മാർക്ക് പ്രസിഡന്റിനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഹസ്കർ ശരിക്കും അതൊരു തമാശയായിട്ടാണ് കണ്ടത്. പക്ഷെ ഇപ്പോ അത് തമാശയല്ലെന്നും ആ വന്ന മനുഷ്യന് പ്രസിഡന്റിനെ പരിചയമുണ്ടെന്നും വ്യക്തമാവുകയാണ്. താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയ ഹസ്കർ മാക്സിനോട് പറഞ്ഞു, സർ ക്ഷമിക്കണം, ആൾ ആരാണെന്ന് മനസ്സിലാവാതെ അവൻ അത്രയേ പറഞ്ഞുള്ളൂ. ആ നിമിഷത്തിൽ തന്നെ പ്രസിഡന്റ് മാക്സ് കൂടെയുള്ള സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു, ഏയ് ഇവനെ തൂക്കിയെടുത്ത് പുറത്തുകള. പ്രസിഡന്റിന്റെ ഉത്തരവ് കിട്ടിയതും ആ സെക്യൂരിറ്റിക്കാർ ഹസ്കർ നേരെ തിരിയാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ ഹസ്കർ മാക്സിനോട് ചോദിച്ചു പോവുകയാണ്, സർ അതിനുവേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഹസ്കർ, നിനക്കെതിരെ അനവധി പരാതികൾ ബോർഡിന് ലഭിച്ചതാണ്. ആ പരാതികളിൽ അന്വേഷണം നടന്നു വരികയുമായിരുന്നു. ഇപ്പോ നീ ചെയ്ത കാര്യങ്ങളൊക്കെ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ മാത്രമല്ല
ജയിലിലാക്കാൻ വരെ പര്യാപ്തമായതാണ്. അങ്ങനെ മാക്സ് പറഞ്ഞതും സെക്യൂരിറ്റിക്കാർ ഹസ്കറെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. ആ ബാങ്കിൽ അനവധി മാനേജർമാരുണ്ട്. അതിൽ ഒരു മാനേജറാണ് ഹസ്കർ. ആ മാനേജറെ സെക്യൂരിറ്റിക്കാർ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ആ ബാങ്കിന്റെ അകത്തുണ്ടായിരുന്ന സ്റ്റാഫുകൾ എല്ലാവരും കാണുന്നുണ്ട്. ശരിക്കും ആ സ്റ്റാഫുകളുടെ കൂട്ടത്തിലെ ലേഡി സ്റ്റാഫുകളും പുരുഷന്മാരും ഒക്കെ ആ കാഴ്ച വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് കണ്ടത്. ഹസ്കർ അവന്റെ ചില ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബാങ്കിനെ അവന്റെ സ്വന്തം ബാങ്കാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. അവനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പലരും അവന്റെ ചൂഷണത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു രംഗം ഉണ്ടായിരിക്കുന്നത്. ഹസ്കറെ സെക്യൂരിറ്റിക്കാർ തൂക്കിക്കൊണ്ടുപോയതും മാക്സ് യാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോവാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാക്സ് മുന്നോട്ട് നടന്നതും മാക്സിനൊപ്പം മാർക്ക് നടക്കുകയാണ്. നടന്ന് വാതിൽക്കലെത്തിയ മാർക്ക് പെട്ടെന്ന് തിരിഞ്ഞ് മാക്സിനോട് പറഞ്ഞു, മിസ് മാക്സ്, അത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് സീന. സീന പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ പാസ്സായിരിക്കുന്ന ആളാണ്. സീനയെ 100% വിശ്വസിക്കും. അവൾ ഒരു വേക്കൻസി ഉണ്ടെന്ന് കണ്ട് ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാണ്. വളരെ വേഗം മാർക്ക് തൻ്റെ കൂട്ടുകാരിയായ സീനയെ കുറിച്ച് മാക്സിനോട് പറഞ്ഞതും മാക്സ് സീനു നോക്കിയിട്ട് ആ മുറിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരാളെ ചൂണ്ടി സീനോട് പറഞ്ഞു, ഏയ് സീന, അത് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് ചെല്ലുക, ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയും. ശരിക്കും മാർക്ക് സീനയ്ക്ക് വേണ്ടി ജോലിക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് അത് കേട്ടപ്പോൾ സീനയ്ക്ക് മനസ്സിലായി. സീനയും റോയും ഏതാണ്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥ നിൽക്കുകയാണ്. നേരത്തെ പ്രസിഡന്റിനെ കാണാനാണ് മാർക്ക് ആ ബാങ്കിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ മാർക്ക് പറഞ്ഞത് വിശ്വസിച്ചിരുന്നില്ല. മാർക്കിനോട് ആ കാര്യം പറഞ്ഞ് രണ്ടുപേരും തർക്കിച്ചില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ ഇതാ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുകയാണ്. മാർക്ക് മാക്സ് ഒന്നിച്ച് മാക്സിന്റെ മുറിയിലെത്തി. വളരെ വിശാലമായ മുറിയൊന്നുമല്ല അത്, പക്ഷേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു നല്ല ഓഫീസ് മുറിയാണ്. അനവധി ചെയറുകളും സോഫയൊക്കെയുള്ള ഒരു നല്ല മുറി. ബാങ്ക് ഓഫ് ചിൽടൗണിന്റെ ഉടമയുടെ മുറി കൂടി ആയതുകൊണ്ട് വേണമെങ്കിൽ വലിയ വിശാലമായ മുറി അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യാൻ മാക്സ് ശ്രമിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ മാർക്കിന് മാക്സിന്റെ ആ സ്വഭാവം ഇഷ്ടപ്പെട്ടു. മാക്സും മാർക്കും അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തന്റെ മുൻപിലിരിക്കുന്ന ആ ഓഫീസ് ടെലിഫോൺ ശബ്ദിച്ചതും മാക്സ് ഫോൺ എടുത്തു. ഫോണിൽ റിസപ്ഷനിലുള്ള കുട്ടിയാണ്. സാർ, മിസ്റ്റർ ഫ്രെഡി തോംസൺ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തോട് വരാൻ പറ. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെച്ച മാക്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, തോംസൺ വന്നിട്ടുണ്ട്. ശരിക്കും അത് കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടാവുകയാണ്. നടക്കാൻ പോകുന്ന രംഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ഫ്രെഡി തോംസനെ ആ ക്യാബിനിലേക്ക് ഒരാൾ ആനയിച്ചു കൊണ്ടുവന്നു. ക്യാബിനകത്തേക്ക് കയറിയ ഫ്രെഡി ചിരിച്ചുകൊണ്ട് മാക്സിനോട് പറഞ്ഞു, മിസ്റ്റർ മാക്സ്, വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ താൻ കൊണ്ടുവന്ന സമ്മാനം മാക്സിന്റെ മേശപ്പുറത്തേക്ക് വെച്ചു. മാക്സിന്റെ മേശപ്പുറത്തേക്ക് തോംസൺ ആ സമ്മാനം വെക്കുമ്പോഴാണ് ആ മേശയുടെ മുന്നിലിരിക്കുന്ന ആളെ തോംസൺ കാണുന്നത്. പെട്ടെന്ന് ആ മുറിയിൽ സാക്ഷാൽ മാക്സ് യാങ്ങിന്റെ മുന്നിലുള്ള സീറ്റിൽ മാർക്ക് ഫെല്ലർ ഇരിക്കുന്ന കണ്ട ഫ്രെഡി ഒന്ന് വല്ലാതായി. ഒരു നിമിഷം അയാളുടെ മുഖം ഒന്ന് വിളറി. അടുത്ത നിമിഷത്തിൽ അയാൾ മാക്സിനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ മാക്സ്, ഇവനെയൊക്കെ പോലുള്ള ആളുകളെ നിങ്ങൾ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നത്? ഏയ് മിസ്റ്റർ ഫ്രെഡി, ഇത് മാർക്ക് ഫെല്ലർ ഒരു ലോണുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. മിസ്റ്റർ തോംസൺ, താങ്കൾ ഇരിക്കൂ. മാർക്ക് ഫെല്ലറും വന്നിരിക്കുന്നത് ലോൺ എടുക്കാനാണ്. അത് മനസ്സിലാക്കിയ ഫ്രെഡി തോംസൺ കസറിൽ ഇരിക്കുമ്പോൾ തന്നെ മാക്സിനോട് പറഞ്ഞു, മിസ്റ്റർ മാക്സ്, ഇവനൊന്നും ലോൺ കൊടുക്കരുത്. ഇവനൊന്നും തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അല്ല, ഇവൻ എന്ത് കണ്ടിട്ടാ നിങ്ങളോട് ലോൺ ചോദിക്കുന്നത്? അങ്ങനെ മാക്സിനോട് ചോദിച്ചുകൊണ്ട് തോംസൺ മാർക്കിന് നേരെ തിരിഞ്ഞു. അല്ല മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. സത്യമായിട്ടും എനിക്ക് അതിശയം തോന്നുകയാണ്. നീ ഇവിടം വരെ എത്തി ഈ ലോൺ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നല്ല. എന്തായാലും നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. മാക്സിനോട് സംസാരിച്ച അതേ ശൈലിയിലല്ല അയാൾ മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്ക് ചിരിച്ചുകൊണ്ട് തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ, ഞാനും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ബാങ്കുകളുമായി ബന്ധമുണ്ടാക്കാനും എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഓക്കെ, ബന്ധമുണ്ടാക്കുന്നതിലും ഞാൻ എതിരല്ല. അങ്ങനെ പറഞ്ഞിട്ട് തോംസൺ തിരിഞ്ഞ് മാക്സിനോട് പറഞ്ഞു, മിസ്റ്റർ മാക്സ്, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവന് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷെ ഇവന്റെ കയ്യിൽ ഒരു ഗുളിയുണ്ട്.
ഒരു സോൾ നറിഷ്മെന്റ് പിൽ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിന് നേരെ തിരിഞ്ഞിട്ട് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നീ ആ സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കാനുള്ള ഫോർമുല ഞങ്ങളുടെ തോംസൺ ഗ്രൂപ്പുമായി പങ്കുവയ്ക്കുകയാണെങ്കിൽ നീ ഈ ലോണൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ നിനക്ക് ആവശ്യമുള്ള അളവിൽ ആ മരുന്ന് ഉൽപ്പാദിപ്പിച്ചു തരാം. പ്രോഫിറ്റിന്റെ 10% പോട്ടെ, 20% നീ എടുത്തു. നേരത്തെ സോൾ നറിഷ്മെന്റ് പില്ലിന്റെ ആ ഫോർമുലയ്ക്ക് വേണ്ടി മിഡിൽ സിറ്റിയിൽ നടന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന തോംസന് അനുഭവപ്പെട്ട അനുഭവം ഇപ്പോഴും തോംസന്റെ മനസ്സിലുണ്ട്. അതിനുശേഷം അയാളുടെ കമ്പനിക്കുണ്ടായ ഷെയർ ഇടിവും അയാൾക്കറിയാം. ഇവിടെ മാക്സിന്റെ മുന്നിൽ വെച്ച് മാർക്കുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ തന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊരു തോന്നൽ തോംസൺ ഉണ്ടായതും തോംസൺ മാർക്കിനെ ഒന്ന് കടുപ്പിച്ച് നോക്കിയതാണ്. അത് കേട്ടതും മാർക്ക് തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ, ഞാനത് അങ്ങേ പറഞ്ഞതാണ്. ഒരു കാരണവശാലും സോൾ നറിഷ്മെന്റ് പില്ല് നിങ്ങൾക്ക് തരത്തില്ല. ഉൽപ്പാദിപ്പിക്കാനും തരില്ല, വിൽക്കാനും തരില്ല. വളരെ വ്യക്തമാണ് മാർക്കിന്റെ മറുപടി. മാർക്കിന്റെ മറുപടി കേട്ടതും അവനൊന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ഫ്രെഡി മാക്സ് തിരിഞ്ഞു. മിസ്റ്റർ മാക്സ്, ഞാൻ വന്ന കാര്യം അറിയാമല്ലോ. എനിക്കറിയാം. പക്ഷേ മിസ്റ്റർ ഫ്രെഡി, ഒരു വിഷയമുണ്ട്. മാക്സ്, എന്താ വിഷയം? ഫ്രെഡി, നിങ്ങളുടെ ലോൺ അപേക്ഷ ബോർഡ് നിരസിച്ചിരിക്കുകയാണ്. മാക്സ്, നിങ്ങൾ എന്തായി പറഞ്ഞേ? ലോൺ അപേക്ഷ നിരസിച്ചെന്നോ? അതെ മാക്സ്, നിങ്ങളുടെ ലോൺ അപേക്ഷ ബോർഡ് അംഗീകരിച്ചില്ല. ബാങ്ക് ഓഫ് ചിൽറ്റൗണിന്റെ ബോർഡ് അയാളുടെ ലോൺ അപേക്ഷ നിരസിച്ചു എന്ന് കേട്ടപ്പോൾ ഫ്രെഡി തോംസന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളുടെ മുഖത്ത് ശരിക്കൊരു അമ്പരപ്പുണ്ട്. അതേ അമ്പരപ്പോടുകൂടി തോംസൺ മാക്സിനോട് ചോദിച്ചു, മിസ്റ്റർ മാക്സ്, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു റെഗുലർ കസ്റ്റമർ അല്ലേ? എത്ര തവണയാണ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഞങ്ങൾ വായ്പ എടുത്തിട്ടുള്ളത്? ഏതെങ്കിലും വായ്പ ഞങ്ങൾ തിരിച്ചടയ്ക്കാതെ ഇരുന്നിട്ടുണ്ടോ? എപ്പോഴും ഞങ്ങൾ പ്രോംപ്റ്റായിട്ട് വായ്പ അടച്ചു തീർക്കുകയില്ലേ പതിവ്? മിസ്റ്റർ തോംസൺ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതുവരെ നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ വായ്പകളും നിങ്ങൾ സമയബന്ധിതമായി അടച്ച് തീർത്തതാണ്. പക്ഷേ ഇപ്പോ അതല്ലല്ലോ സ്ഥിതി. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഷെയർ വൻതോതിൽ ഇടിയുന്നെന്നാണ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. ശരിക്കും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കമ്പനിക്ക് വായ്പ കൊടുക്കാൻ ബോർഡിന് താല്പര്യമില്ല എന്നാണ് ബോർഡ് പറയുന്നത്. മാക്സ്, അങ്ങനെ പറയരുത്. ശരിക്കും നിങ്ങളുടെ ഈ ലോണ് എനിക്ക് കൂടിയേ തീരും. തോംസൺ, ഞങ്ങളുടെ ബാങ്കിന്റെ നയം നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ മാത്രമല്ലല്ലോ ഈ ചിൽറ്റൗണിൽ ഉള്ളത്, വേറെ ഒരുപാട് ബാങ്കുകളില്ലേ? നിങ്ങൾ മറ്റേതെങ്കിലും ബാങ്കുകളെ സമീപിക്കുക. അവർക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കും. മാക്സ്, അങ്ങനെ പറയാതെ. സത്യമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ലോൺ എനിക്ക് കിട്ടിയേ പറ്റൂ. ലോൺ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വല്ലാതെ പ്രതിസന്ധിയിലാകും. മിസ്റ്റർ തോംസൺ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ നിസ്സഹായനാണ്. ബോർഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. ആ ബാങ്കിന്റെ ഉടമയാണ് മാക്സ് യാങ് എങ്കിലും അവിടെ ഒരു ബോർഡ് ഉണ്ടെന്നും ആ ബോർഡിന്റെ തീരുമാനം നടപ്പിലാക്കിയാണ് പ്രസിഡന്റ് എന്ന നിലയിൽ അയാളുടെ ചുമതലയെന്നും അയാൾ വ്യക്തമാക്കുമ്പോൾ അങ്ങനെയല്ല കഥയെന്നറിയാവുന്ന തോംസൺ വളരെ ദേഷ്യത്തോടുകൂടി മാക്സിനോട് പറഞ്ഞു, മിസ്റ്റർ മാക്സ്, നിങ്ങൾ ഈ കാണിക്കുന്ന ചതിയാണ്. എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന്. അങ്ങനെ തോംസൺ പറഞ്ഞതും തോംസനെ ശ്രദ്ധിക്കാതെ മാർക്ക് ഫെല്ലർക്ക് നേരെ തിരിഞ്ഞ മാക്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിങ്ങളുടെ ലോൺ അപേക്ഷ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാക്സ് ഒരു ഫയല് അയാളുടെ ഡ്രോക്കകത്ത് നിന്ന് എടുത്ത് മാർക്കിന്റെ മുന്നിലേക്ക് വെച്ചു. മാർക്ക് ആ ഫയല് ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് മാർക്കിനുള്ള ലോൺ സാങ്ഷൻ ആയിരിക്കുന്ന ലെറ്റർ ഏറ്റവും മുൻഭാഗത്തായി കാണാം. അടുത്തിരിക്കുന്ന തോംസണും ആ കാഴ്ച കണ്ടു. $200 മില്യൺ വായ്പയാണ് മാർക്കിനെ ബാങ്ക് സാങ്ഷൻ ആക്കിയിരിക്കുന്നത്. അതേ $200 മില്യൺ ഫ്രെഡി തോംസൺ ഗ്രൂപ്പിന് വേണ്ടി ആ ബാങ്ക് ഓഫ് ചിൽറ്റൗണിൽ ചോദിച്ചിരുന്നത്. അയാളുടെ ലോൺ അപേക്ഷ നിരസിച്ച അതേ ബാങ്ക് അതേ ലോൺ എമൗണ്ട് മാർക്ക് ഫെല്ലർക്ക് അനുവദിച്ചിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഫ്രെഡി ദേഷ്യത്തോടെ മാക്സിനോട് ചോദിച്ചു, മിസ്റ്റർ മാക്സ്, ഇത് എന്റെ ലോണല്ലേ? തോംസൺ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ ലോണോ? നിങ്ങളുടെ ലോൺ അപേക്ഷ നിരസിച്ചു. ഇത് മാർക്കിനുള്ള ലോണാണ്. മാക്സ്, നിങ്ങൾ എന്നെ കബളിപ്പിക്കുകയാണ്. എനിക്ക് തരാനുള്ള ലോണ് എനിക്ക് തരാതെ അത് നിങ്ങൾ മാർക്കിന് കൊടുത്തിരിക്കുകയാണ്. അതല്ലേ ശരി? മിസ്റ്റർ തോംസൺ, നിങ്ങൾ കഥ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനായിട്ട് തർക്കിക്കുന്നില്ല. ശരിക്കും മാക്സ് യാങ്ങിന്റെ ആ വാചകം
തോംസന്റെ സകല പ്രതീക്ഷയും തകർത്തിരിക്കുകയാണ്. അയാൾ ചോദിച്ച അതേ $200 മില്യൺ, 1600 കോടി രൂപ ഇതാ മാർക്ക് ഫെല്ലർക്ക് ഔഷധ നിർമ്മാണത്തിന് വേണ്ടി ബാങ്ക് അലോട്ട് ചെയ്തിരിക്കുകയാണ്. മാക്സിനോടും മാർക്കിനോടും ദേഷ്യപ്പെട്ടാണ് ഫ്രെഡി തോംസൺ അവിടെ നിന്ന് ഇറങ്ങിയത്. ഫ്രെഡി പോയി കഴിഞ്ഞതും മാക്സ് മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, എല്ലാ പേജിലും സൈൻ ചെയ്യണം, 64 സ്ഥലത്ത് സൈൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മാർക്കിനെ മാക്സ് ഓർമ്മിപ്പിച്ചതും മാർക്ക് ഓരോ പേജിലായി സൈൻ ചെയ്തു തുടങ്ങി. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞതും ഗ്രീൻ ചാനലിൽ തന്നെ പണം ട്രാൻസ്ഫറിനുള്ള ഒരു പ്രക്രിയയും മാക്സ് ചെയ്തു. മാക്സ് ബാങ്ക് ഓഫ് ചിൽടൗണിന്റെ ബ്ലാക്ക് നിറത്തിലുള്ള ഒരു കാർഡാണ് മാർക്കിന് കൊടുത്തത്. മാർക്ക്, ഈ കാർഡിൽ നിങ്ങൾക്കുള്ള ലോൺ എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ കാർഡ് കയ്യിലേക്ക് വാങ്ങിച്ച മാർക്കിന് വല്ലാത്തൊരു അവിശ്വസനീയത ഫീൽ ചെയ്യുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനൊരു കാർഡിനെ കുറിച്ച് ആരെങ്കിലും മാർക്കിനോട് പറഞ്ഞാൽ മാർക്കിന് അത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ശരിക്കും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മിഡിൽ സിറ്റിയിൽ സൺ യാനിമയുടെ ഭർത്താവായി താമസിക്കുന്ന സമയത്ത് $1 പോലും ഈ മാർക്കിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ഈ ശൈലിയുടെ പണം മാർക്ക് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ ഇതാ $200 മില്യൺ അവന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായി അവനിതാ ബാങ്കിന്റെ VIP കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ആ കാർഡിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന മാർക്കിനോടായി മാക്സ് പറഞ്ഞു, മാർക്ക്, ഈ വായ്പയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. മിസ്റ്റർ മാക്സ്, താങ്കൾ എന്താ പറഞ്ഞേ? അതെ മാർക്ക്, ഈ ലോണ് ശരിക്കും ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. ഈ നാട്ടിൽ ഇത്രയും വില കുറച്ച് മരുന്ന് വിൽക്കാനുള്ള ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ ബാങ്ക് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് ഒഴിവാക്കി ഈ ലോൺ മാർക്കിന് നൽകുന്നതാണ്. അത് കേട്ടതും മാർക്ക് സന്തോഷത്തോടെ മാക്സിനോട് പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും ഈ പണം തിരിച്ചടയ്ക്കും. ഹേയ് മാർക്ക്, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്നെ എമിലി വിളിച്ചിരുന്നു. എമിലി ബ്ലാക്ക് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് എമിലിയുടെ സുഹൃത്തു കൂടിയായ സാക്ഷാൽ മാക്സ് യാങ് അയാളുടെ ബാങ്കിൽ നിന്ന് $200 മില്യൺ ആ വായ്പ മാർക്കിന് അനുവദിച്ചിരിക്കുന്നത്. എമിലിയുടെ പേര് പറഞ്ഞതും മാർക്ക് മാക്സിനോട് പറഞ്ഞു, മിസ്റ്റർ മാക്സ്, ഞാൻ ഒരിക്കലും എമിലിക്ക് ഒരു ദുഷ്പേരുണ്ടാക്കില്ല. എമിലി ജാമ്യം നിന്നതുകൊണ്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആ ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കുമെന്ന് മാർക്ക് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് മാക്സ് മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക്, ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ ബന്ധം? എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് മാക്സ് ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് മാക്സിനോട് പറഞ്ഞു, ഹേയ്, അത് പറയാൻ പറ്റത്തില്ല. മാർക്കിന്റെ മറുപടി കേട്ടതും ചിരിച്ചു പോയത് മാക്സ് ആണ്. അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ മറുപടിയിൽ എല്ലാം ഉണ്ട്, എനിക്ക് കഥ മനസ്സിലായി. ശരിക്കും നല്ല സുഹൃത്തുക്കളായിട്ടാണ് അവർ രണ്ടുപേരും അവിടുന്ന് പിരിയുന്നത്. മാർക്ക് പ്രസിഡന്റ് മുറിയിൽ നിന്ന് ഇറങ്ങി താഴെ എത്തുമ്പോൾ അയാളെ കാത്തു നിൽക്കുകയാണ് സീനയും സീനയുടെ കസിൻ റോയി. അവർ രണ്ടുപേരും മാർക്കിനെ കണ്ടതും മാർക്കിന്റെ അടുത്തേക്ക് ഓടി വന്നു. മാർക്ക്, എനിക്ക് ജോലി കിട്ടി. മാർക്കിന് അറിയാം സീനയ്ക്ക് അവിടെ ജോലി കിട്ടുമെന്ന്. കാരണം മാർക്കിന് വേണ്ടി മാക്സ് യാങ് ആ കാര്യം ചെയ്യുമെന്ന് മാർക്കിന് ഉറപ്പായിരുന്നു. പക്ഷെ മാർക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നെ നിയമിച്ചിരിക്കുന്നത് മാനേജർ പോസ്റ്റിലാണ്. ഹസ്കറെ ഒഴിവാക്കിയിട്ട് അതേ പോസ്റ്റിലേക്ക് സീനയെ നിയമിച്ചിരിക്കുകയാണ്. ശരിക്കും അതിന്റെ ഞെട്ടലിലാണ് സീനയും റോയി ഫിലിപ്പും. താഴെ മാനേജറുടെ ക്യാബിനിൽ നിന്ന് പ്രസിഡന്റ് ക്യാബിനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഫോണിൽ മാക്സ് ആർക്കൊക്കെയോ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് മാർക്ക് കണ്ടിരുന്നു. ബാങ്ക് കാര്യമായതുകൊണ്ട് മാർക്ക് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ നിമിഷത്തിൽ പ്രസിഡന്റ് മാക്സ് വൈസ് പ്രസിഡന്റിന് സീനയെ മാനേജറാക്കി നിയമിക്കാനുള്ള ഉത്തരവാണ് കൊടുത്തത്. കാര്യങ്ങൾ കേട്ടപ്പോൾ മാർക്ക് പോലും ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല സീനയെ മാനേജർ പോസ്റ്റിലേക്ക് മാക്സ് നിയമിക്കുമെന്ന്. സീനയ്ക്ക് ജോലി കിട്ടിയതിലുള്ള സന്തോഷം സീനയും റോയും മാർക്ക് ഒന്നിച്ച് പങ്കുവയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അന്ന് വൈകുന്നേരം അവര് 3 പേരും നീലും ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ കൂടി.
ശരിക്കും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ക്ലാസ്മേറ്റിന്റെ ജീവിതത്തിൽ ഒരു ആശാവഹമായ മാറ്റം ഉണ്ടാക്കാൻ മാർക്കിന് കഴിഞ്ഞതിന്റെ ഒരു ചാരിതാർത്ഥ്യം മാർക്കിനുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ വലിയ ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ മാർക്ക് തയ്യാറായില്ല. അവരെങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ശരിക്കും തോംസന്റെ വീട്ടിൽ വല്ലാത്തൊരു രംഗം അരങ്ങേറുകയാണ്. ഫ്രെഡി തോംസണും ഷോൺ തോംസണും അന്ന് നടന്ന സംഭവങ്ങളാണ് വിലയിരുത്തുന്നത്. ബാങ്ക് ഓഫ് ചിൽടൗണിൽ നിന്ന് ഇറങ്ങിയ തോംസൺ അന്ന് പകല് സകല ബാങ്കുകളിലും കയറി ഇറങ്ങിയിരുന്നു. എല്ലാ ബാങ്കുകളും തോംസൺ ഗ്രൂപ്പിന്റെ ലോൺ അപേക്ഷ നിരസിക്കുകയായിരുന്നു. ശരിക്കും ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു അനുഭവം തോംസൺ ഗ്രൂപ്പിന് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചാണ് ഫ്രെഡിയും മകൻ ഷോണും സംസാരിക്കുന്നത്. ഫ്രെഡി ഷോണിനോട് പറഞ്ഞു, ഷോൺ, ഈ ശൈലിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വീഴും. അച്ഛാ, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഷോൺ, നമുക്ക് എത്രയും പെട്ടെന്ന് ആ മാർക്കുമായി ഒരു ധാരണ ഉണ്ടാക്കിയേ പറ്റൂ. അച്ഛൻ എന്ത് ഈ പറയുന്നത്? അവരുമായിട്ട് എന്തിനാ ധാരണ ഉണ്ടാക്കുന്നത്? ഷോൺ, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. എത്രയും കാലങ്ങൾ കൊണ്ടുള്ള എന്റെ പ്രയത്നമാണെന്നറിയോ ഈ തോംസൺ ഗ്രൂപ്പിന്റെ പിന്നിലുള്ളത്. തോംസൺ ഗ്രൂപ്പ് ആ ചിൽഷെയർ പ്രോവിൻസ് മുഴുവൻ പടർന്ന് പന്തലിച്ചതിന്റെ പിന്നിൽ ഫ്രെഡി തോംസന്റെ ശരിക്കും കഠിനമായ അധ്വാനമുണ്ട്. ആ അധ്വാനമാണ് ഇതാ പാഴായി പോകുന്നത്. അവന്റെ പിന്നിലുള്ള ആ എമിലിയാണ് പ്രശ്നം. ഷോൺ, എനിക്കും അതറിയാം. ആ എമിലി ബ്ലാക്കിനെ തൊടാൻ നമുക്ക് പറ്റത്തില്ല. ഈ ബ്ലാക്ക് കുടുംബത്തിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് മാർക്കിനെ നമുക്ക് തൊടാനേ പറ്റില്ല. മാർക്കുമായി എങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ ഫ്രെഡി ഷോണോട് പറഞ്ഞിട്ട് ഷോണോടായി പറഞ്ഞു, ഷോൺ, നീ റെഡിയാവും, ഞാനും ഒന്ന് ഫ്രഷായി വരാം, നമുക്ക് മിഡിൽ സിറ്റിയിലേക്ക് മടങ്ങാം, അവിടെ ചെന്നിട്ട് നമുക്ക് എമിലിയെ കാണണം, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഫ്രെഡി റെഡിയാകാൻ പോകുമ്പോൾ ഷോൺ അസ്വസ്ഥയോടെ അയാളുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശരിക്കും അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കൺമുന്നിലൂടെയാണ് മാർക്ക് ഫെല്ലർ വളർന്ന് വലിയൊരു സംഭവമായി മാറിയിരിക്കുന്നത്. മാർക്ക് ഫെല്ലർക്ക് ആ എമിലി ബ്ലാക്കുമായുള്ള അടുപ്പമാണ് വിഷയം. എന്താണ് ഇനി ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് ഷോൺ ആലോചിക്കുമ്പോഴേക്കും ഫ്രെഡി റെഡിയായി വന്നു. ഫ്രെഡിയും ഷോണും അവിടെ നിന്ന് നേരെ മിഡിൽ സിറ്റിയിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ മാർക്കും മിഡിൽ സിറ്റിയിൽ മടങ്ങിയെത്തി. മാർക്ക് അവിടെ ഡ്രാഗൺ പാരഡൈസിലെ അവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഒരു കാറ് അവിടേക്ക് വന്നു. ഒരു ലാൻഡ് റോവറാണ്. ലാൻഡ് റോവറിൽ നിന്ന് കോട്ടും സ്യൂട്ടും ധരിച്ച ഒരു മനുഷ്യൻ പുറത്തിറങ്ങി. അയാൾ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഞാൻ മിസ്റ്റർ റിച്ചാർഡ് ഊ പറഞ്ഞിട്ട് വരുന്നതാണ്. അദ്ദേഹം താങ്കൾക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് റിവർ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിലാണ് പാർട്ടി. താങ്കൾ ഉറപ്പായും വരണം. റിച്ചാർഡ് ഊ എന്ന ആ മുൻ ആർമി കമാൻഡിംഗ് ഓഫീസർക്ക് ഒരു അസുഖം വന്നപ്പോൾ മരുന്ന് കൊടുത്തത് മാർക്ക് ഫെല്ലറാണ്. പക്ഷെ ആ വിഷയം അത്ര നല്ല രീതിയിലല്ല നടന്നതെന്ന് മാത്രം. ആ കാര്യം മാർക്കിന് അറിയാം. പക്ഷേ ഇപ്പോൾ റിച്ചാർഡ് ഊ തനിക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുകയാണെന്ന് കേട്ടപ്പോൾ മാർക്ക് അങ്ങ് സമ്മതിച്ചു. വൈകുന്നേരം 4 മണിക്ക് നദിക്കരയിലുള്ള ആ റെസ്റ്റോറൻറ്റിൽ എത്താമെന്ന് മാർക്ക് സമ്മതിച്ചതും മാർക്കിനോട് യാത്ര പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോയ അതേ നിമിഷത്തിൽ മിഡിൽ സിറ്റിയിലെ തൻ്റെ മുറിയിൽ ഷോൺ സാക്ഷാൽ കഴ്സണുമായി സംസാരിക്കുകയാണ്. കഴ്സൺ, നിനക്ക് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. ഷോൺ, അത് ശരിയാവില്ല. നോക്ക് കഴ്സൺ, നിനക്ക് ഈ സമൂഹത്തിൻ്റെ അപ്പുറത്തട്ടിലേക്ക് കടക്കണ്ടേ? നിനക്ക് ഈ മിഡിൽ സിറ്റിയിൽ എല്ലാവരുടെയും മുകളിലെത്തണ്ടേ? കഴ്സൺ റോജേഴ്സിനോട് ഷോൺ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആ മുകൾ തട്ടിൽ എത്തണമെങ്കിൽ കഴ്സൺ ചെയ്യേണ്ട കാര്യമാണ് ലേശം ബുദ്ധിമുട്ടുള്ളത്. മിസ്റ്റർ ഷോൺ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. എനിക്കും ഈ സമൂഹത്തിൽ ഉയരണമെന്ന് വലിയ താല്പര്യമുണ്ട്. പക്ഷെ അതിനുവേണ്ടി മിസ് ബ്ലാക്കിനെ തട്ടിക്കൊണ്ടു പോകാന്നൊക്കെ പറഞ്ഞാൽ കഴ്സൺ, അതൊന്നും വലിയ സംഭവമല്ല. നോക്ക്, നീയാണ് അവരെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അവരൊരിക്കലും അറിയത്തില്ല. നിനക്ക് ഒരുപാട് ആളുകളില്ലേ, അവരെ ഉപയോഗിച്ച് എമിലിയെ നീ കിഡ്നാപ്പ് ചെയ്യണം. കുറച്ചു ദിവസം അവരെ നമ്മൾ ഒളിവിൽ പാർപ്പിക്കും. ആ സമയത്തിനിടയിൽ ഈ മാർക്കും ബ്ലാക്ക് കുടുംബവും തമ്മിൽ ഉടക്കിലായിക്കൊള്ളും. മാർക്കിനെ ബ്ലാക്ക് കുടുംബം തന്നെ തീർക്കും. അപ്പോൾ നമ്മളുടെ ആളുകൾ ഈ എമിലിയെ മോചിപ്പിക്കും.
നമ്മളാണ് തട്ടിക്കൊണ്ടുപോയെന്ന് ആരും അറിയില്ല. ഏയ് ഷോൺ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ കളിക്കുന്ന ബ്ലാക്ക് കുടുംബത്തോടാണ്. അവർക്ക് ഒരുപാട് മേഖലകളിൽ ആളുകളുണ്ടാവും. ഏയ് കഴ്സൺ, റിസ്ക് എടുക്കാതെ ഈ ഭൂമിയിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ നിന്നെ നിർബന്ധിക്കുകയാണെന്നൊന്നും നീ കരുതണ്ട. നീ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കും. അങ്ങനെ കഴ്സനോട് ഷോൺ തീർത്തു പറഞ്ഞതും കഴ്സൺ ഷോണിന്റെ അടുത്തുനിന്ന് അവന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അവിടെ സൺ യാനിമയുണ്ട്. കഴ്സനെ കണ്ടപ്പോൾ തന്നെ യാനിമയ്ക്ക് കഴ്സൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. യാനിമ കഴ്സനോട് ചോദിച്ചു, കഴ്സൻ എന്തു പറ്റി? അവളുടെ ചോദ്യം പോലും ആ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ കഴ്സൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ മറുപടി ഒന്നും പറയാതെയാണ് ബെഡ്റൂമിലേക്ക് പോയത്. അവന്റെ പുറകെ എത്തിയ യാനിമ ചിരിച്ചുകൊണ്ട് കഴ്സനോട് പറഞ്ഞു, കഴ്സൻ, നമുക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ? ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കഴ്സൻ. ആ നിമിഷത്തിലാണ് യാനിമ അവനെ ഒന്ന് കറങ്ങാൻ പോകാനായി വിളിക്കുന്നത്. കഴ്സൻ യാനിമയോട് പറഞ്ഞു, യാനിമ വെറുതെ ഇരിക്കും. കഴ്സൻ, നമുക്ക് കറങ്ങാൻ പോകുന്നു, ബീച്ചിലേക്ക് പോവാം. വീണ്ടും കഴ്സനോട് അങ്ങനെ യാനിമ പറഞ്ഞതും കഴ്സൻ യാനിമയെ നോക്കിയിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അയാൾ ഫോണിൽ ആ നിമിഷം തന്നെ ഷോണിനെ വിളിച്ചു. ഷോണോടായി കഴ്സൻ പറഞ്ഞു, ഷോൺ, ഞാനത് ചെയ്യാം, പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. കഴ്സൻ പറഞ്ഞോളൂ, എന്താ കണ്ടീഷൻ? ഷോൺ, എന്തെങ്കിലും കാരണവശാൽ ഈ ദൗത്യം പരാജയപ്പെട്ടാൽ എന്നെ രക്ഷിക്കാൻ ഷോൺ ചില കാര്യങ്ങൾ ചെയ്യണം. കഴ്സൻ, ഈ ദൗത്യം എങ്ങനെ പരാജയപ്പെടാനാണ്? ഈ മിഷൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. നോക്കൂ ഷോൺ, അതെനിക്കും അറിയാം. എന്നാലും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ ഈ മിഷൻ പരാജയപ്പെട്ടാൽ ഷോൺ, എനിക്ക് നീ $100 മില്യൺ തരണം. കഴ്സൻ, 100 മില്യണോ? അതെ ഷോൺ, എനിക്ക് എൻ്റെ കുടുംബത്തെ ഈ രാജ്യത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയേ പറ്റൂ. ഇനി ഒരിക്കലും എനിക്ക് ഈ രാജ്യത്തേക്ക് മടങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഉറപ്പായും എനിക്ക് $100 മില്യൺ വേണം. അതോടൊപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടുന്ന് പുറത്തു പോകാനുള്ള എയർ ടിക്കറ്റും സംഘടിപ്പിച്ചു തരണം. അത് ഷോൺ ഏൽക്കുകയാണെങ്കിലേ ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കത്തുള്ളൂ. കഴ്സൺ റോജേഴ്സ് ആള് മണ്ടനൊന്നുമല്ല. അവനറിയാം ബ്ലാക്ക് കുടുംബത്തിലെ ഒരാളെ തൊട്ട് കളിക്കുമ്പോൾ ചിലപ്പോൾ പൊള്ളു വന്നു. എന്തെങ്കിലും കാരണവശാൽ അവന്റെ പദ്ധതി പാളിപ്പോവുകയാണെങ്കിൽ അവന് രാജ്യം വിടേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ അവന് പണം കൂടിയേ തീരും. അക്കാര്യം അവൻ ഷോണിനോട് വ്യക്തമാക്കിയപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഷോൺ കഴ്സനോട് പറഞ്ഞു, ഓക്കെ ഡൺ. കഴ്സന്റെ ഫോൺ കട്ടായപ്പോൾ ഷോൺ അറിയാതെ ചിരിച്ചു പോവുകയാണ്. അവൻ യഥാർത്ഥത്തിൽ എമിലി ബ്ലാക്കിനെ തട്ടിക്കൊണ്ടു പോകാനായി കഴ്സൺ റോജേഴ്സിനെ മനഃപൂർവ്വം ഇറക്കിയതാണ്. ഒരു കാരണവശാലും ഈ തട്ടിക്കൊണ്ടുപോകൽ പരിപാടിയിൽ താൻ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഏത് അന്വേഷണം വന്നാലും അത് കഴ്സൺ വരെ വരാൻ പാടുള്ളൂ. ആ കാര്യത്തെക്കുറിച്ച് ഷോണിന് വ്യക്തമായ ധാരണയുണ്ട്. ഷോൺ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു പോവുകയാണ്, ഈ പദ്ധതി എങ്ങാനും പൊളിഞ്ഞാൽ കഴ്സൺ, ഞാൻ ആദ്യം തട്ടുന്നത് നിന്നെ ആയിരിക്കും. പദ്ധതി പാളിപ്പോയാൽ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള എയർ ടിക്കറ്റും പണവും ഷോൺ നൽകുമെന്ന പ്രതീക്ഷയിൽ കഴ്സൺ പദ്ധതി നടപ്പാക്കാനായി പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ പദ്ധതി പൊളിഞ്ഞാൽ കഴ്സനെ തട്ടാനുള്ള പരിപാടിയാണ് ഷോൺ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്യുന്നത്. വൈകുന്നേരം 4 മണി മാർക്ക് ആ റിവർ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തി. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കിന് ശരിക്കൊരു സന്തോഷം ഫീൽ ചെയ്തു. മാർക്ക് വാഹനം നിർത്തിയിട്ട് ആ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് നടക്കുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കാലെടുത്ത് വെച്ച അതേ നിമിഷത്തിൽ മാർക്ക് അങ്കിൾ ഓവിനൊപ്പം ഒരു മനുഷ്യനെ കൂടെ കണ്ടു. അത് സാക്ഷാൽ ഫ്രെഡി തോംസനാണ്. അത് കണ്ടതും മാർക്ക് അങ്കിൾ ഓവിനോട് പറഞ്ഞു, അങ്കിൾ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയുന്നതായിരുന്നു നല്ലത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും റിച്ചാർഡ് ഊ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നോക്ക്, പ്രശ്നങ്ങൾ വലുതാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മാർക്ക്, നിങ്ങൾ എമിലിയുടെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്താണ് തോംസൺ. എമിലി എൻ്റെ സുഹൃത്താണ്. സൗഹൃദങ്ങൾ
പ്രശ്നം പരിഹരിക്കാനല്ലേ ഉപയോഗിക്കേണ്ടത്. മാർക്ക് പ്ലീസ്, ദയവായി ഞാൻ പറയുന്നത് കേൾക്കണം. അങ്കിൾ ഊ ശരിക്കും ഡിപ്ലോമാറ്റിക്കായി അങ്ങനെ സംസാരിച്ചതും മാർക്ക് അങ്കിൾ ഊവിനോട് പറഞ്ഞു, അങ്കിൾ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേറെ ഒന്നുമില്ല. അത് കേട്ടതും ഫ്രെഡി മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, സത്യമായിട്ടും തെറ്റുകളെല്ലാം ഞങ്ങളുടെ ഭാഗത്താണ്. ഞാൻ ആ തെറ്റ് അംഗീകരിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. ഷിൽഷെയർ പ്രോവിൻസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തോംസൺ ഗ്രൂപ്പിന്റെ ആ അനിശ്ചിതനായ ലീഡർ ഫ്രെഡി തോംസൺ പെട്ടെന്ന് അങ്ങനെ മാപ്പ് പറഞ്ഞപ്പോൾ മാർക്കിന് ഒരു വല്ലാത്ത അതിശയം. മാർക്ക് കൗതുകത്തോടെ തോംസനെ നോക്കുന്ന കണ്ടതും തോംസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്. വളരെ സീനിയർ ആയിട്ടുള്ള ഫ്രെഡി അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഒന്ന് പതറി. മാർക്ക് ഒന്നും മിണ്ടാതെ നടന്ന് ആ ടേബിളിനടുത്തെത്തി. ശരിക്കും അങ്കിൾ ഊവിനൊപ്പം തോംസനെ കണ്ടപ്പോൾ വന്നതുപോലെ മടങ്ങിപ്പോകാനായി ഒരു ശ്രമം മാർക്ക് ആദ്യം നടത്തിയതാണ്. അതേ മാർക്ക് ഇതാ ആ ശ്രമം ഉപേക്ഷിച്ച് ടേബിളിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്കിൾ ഊവിന് അത് കണ്ടപ്പോൾ സന്തോഷമായി. തോംസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നോക്ക്, ഞാൻ എപ്പോഴെങ്കിലും മാർക്കിനെതിരായി എന്തെങ്കിലും ചെയ്തു? മാർക്ക് എൻ്റെ മകൻ്റെ കൈ തല്ലി ഒടിച്ചിട്ടും ഞാൻ സത്യത്തിൽ മാർക്കിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഫ്രെഡി പറഞ്ഞതും മാർക്ക് ഫ്രെഡിയോട് പറഞ്ഞു, മിസ്റ്റർ ഫ്രെഡി, സത്യമായിട്ടും നിങ്ങളെ ഞാൻ ആദ്യം കാണുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മകൻ്റെ ആ പൊട്ടിയ എല്ലുകൾ ശരിയാക്കാനുള്ള മരുന്നാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് നിങ്ങളുടെ ആ പെരുമാറ്റം ശരിയാകാതെ വന്നതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയത്. മാർക്ക് പറഞ്ഞത് കേട്ടതും വല്ലാത്തൊരു അതിശയത്തോടുകൂടി ഫ്രെഡി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, സത്യമാണോ? എൻ്റെ മകൻ്റെ പൊട്ടിയ എല്ലുകൾ ശരിയാക്കാൻ മാർക്കിന് പറ്റുമോ? ഏയ് ഫ്രെഡി, ഉറപ്പായും പറ്റും. എനിക്ക് നിങ്ങളുടെ മകനെ പൂർണ്ണമായും ശരിയാക്കാൻ പറ്റും. ശരിക്കും ഫ്രെഡി തോംസൺ മാർക്ക് പറഞ്ഞ ആ വാചകം കേട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അയാൾ അനവധി ഹോസ്പിറ്റലുകളിൽ ഷോണിനെ കൊണ്ടുപോയിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സ് പരിശോധിച്ചതാണ്. ഒരു കാരണവശാലും ഷോണിന്റെ ഒടിഞ്ഞുപോയ കൈ ശരിയാക്കാൻ പറ്റില്ല എന്നാണ് സകല ഡോക്ടേഴ്സും വിധി എഴുതിയത്. പക്ഷെ ഇതാ മാർക്ക് പറയുന്നു ആ കൈ പൂർണ്ണമായും ശരിയാക്കി എടുക്കാമെന്ന്. അമ്പരന്നുപോയ ഫ്രെഡി മാർക്കിന്റെ മുന്നിലേക്ക് ഓടി വന്നിട്ട് മാർക്കിന്റെ കാല് പിടിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ മകന്റെ കൈ ശരിയാക്കി കിട്ടിയാൽ മാത്രം മതി. അത് കേട്ടതും മാർക്ക് ഫ്രെഡിയോട് പറഞ്ഞു, ഓക്കെ മിസ്റ്റർ ഫ്രെഡി, ബിസിനസ്സിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ലെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പായും നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യ്, നാളെ എൻ്റെ വീട്ടിലേക്ക് ഷോണിനെ പറഞ്ഞു വിടും. ഞാൻ അവൻ്റെ കൈ ശരിയാക്കി എടുക്കാം. ശരിക്കും അത് കേട്ടപ്പോൾ ഫ്രെഡിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടായി. പെട്ടെന്ന് തന്നെ അന്തരീക്ഷം ഒന്ന് തണുത്തു. ഭക്ഷണം ആ ടേബിളിൽ അതിവേഗം നിരക്കുകയാണ്. മേശപ്പുറത്ത് നിരന്ന ഭക്ഷണം അവർ മൂന്നുപേരും കഴിച്ചു തുടങ്ങുന്ന അതേ നിമിഷത്തിൽ മാർക്കിന് ഒരു കോള് വന്നു. കോള് വിളിക്കുന്ന ആളുടെ പേര് കണ്ട മാർക്ക് പെട്ടെന്ന് കോളെടുത്തു. കോളെടുത്ത മാർക്കിനോടായി സെക്രട്ടറി പറഞ്ഞു, മാർക്ക്, നീ അറിഞ്ഞില്ലേ? എന്താ? മിസ് ബ്ലാക്കിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ, മിസ് ബ്ലാക്കിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. എപ്പോ, എങ്ങനെ? കുറച്ചു നേരമായി, യാത്രക്കിടെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ സെക്രട്ടറി വിളിച്ചു പറയുന്നത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, ഞാനതാ വരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കെട്ടിയത് മാർക്ക് അങ്കിൾ ഊവിനോടും തോമസിനോടും പറഞ്ഞു, ഞാൻ ഇറങ്ങിയാണേ, അത്യാവശ്യമായി എനിക്കൊരു സ്ഥലം വരെ പോകണം. മാർക്ക്, എന്തു പറ്റി? അങ്കിൾ ഊ അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ മാർക്ക് തിരിഞ്ഞു ഓടി വന്ന് ആ മേശപ്പുറത്തിരിക്കായിരുന്ന അങ്കിൾ ഊവിൻ്റെ കാറിൻ്റെ താക്കോല് കയ്യിലെടുത്തു. അതിനുശേഷം അവൻ അങ്കിൾ ഊവിനോട് പറഞ്ഞു, അങ്കിൾ, ഈ താക്കോല് ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം. അങ്ങനെ പറഞ്ഞിട്ട് അങ്കിൾ ഊവിനെ എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുമ്പോൾ മാർക്ക് അതിവേഗം പുറത്തേക്ക് ഓടി. അങ്കിൾ ഊവിനെ കാണാം അയാളുടെ കാർ പാഞ്ഞു പോകുന്നത്. മാർക്ക് അവിടെ നിന്ന് പാഞ്ഞു പോകുമ്പോൾ അങ്കിൾ ഊവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആ കോള് അറ്റൻഡ് ചെയ്ത് അങ്കിൾ ഊവിൻ്റെ മുഖം ആകെ വിളറി.
അങ്കിൾ ഊവിൻ്റെ മുഖം വിളർന്ന കണ്ട ഫ്രെഡി അങ്കിൾ ഊവിനോട് ചോദിച്ചു, മിസ്റ്റർ റിച്ചാർഡ് എന്തു പറ്റി? ഏയ് ഫ്രെഡി, സകലതും കീഴ്മൽ മറിയാൻ പോവുകയാണ്. ഏയ് മിസ്റ്റർ ഊ, എന്താ സംഭവം? ഫ്രെഡി, എമിലി ബ്ലാക്കിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. ബ്ലാക്ക് കുടുംബത്തിന്റെ ആ സവിശേഷ വ്യക്തിത്വത്തിന് ഉടമയായ എമിലി ബ്ലാക്കിനെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വാർത്ത കേട്ട് തോംസൺ ശരിക്കും കസരെന്ന് തലയ്ക്ക് വീണു എന്ന് തന്നെ പറയാം. ഒന്ന് ഇടറിപ്പോയി അയാൾ. ഒരു പരുവത്തില കസരെ പിടിച്ചിരുന്നത്. ഏയ് മിസ്റ്റർ ഊ, ആരാ അത് ചെയ്തത്? മിസ്റ്റർ ഫ്രെഡി, ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മിഡിൽ സിറ്റി ഇനി പഴയതുപോലെ ആവില്ല. ബ്ലാക്ക് കുടുംബത്തിന്റെ ആ എല്ലാമായ എമിലി ബ്ലാക്കിനെ മിഡിൽ സിറ്റിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ എമിലിയുടെ ഗ്രാൻഡ് ഫാദർ രണ്ടും കൽപ്പിച്ച് മിഡിൽ സിറ്റിയിലേക്ക് അങ്ങ് ഇറങ്ങും. പിന്നെ മിഡിൽ സിറ്റിയിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ടാകുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. പറഞ്ഞത് കേട്ടതും തോംസണും കഥ മനസ്സിലായി. അടുത്ത നിമിഷം അയാൾ അവിടെ നിന്ന് അതിവേഗം അയാൾ വീട്ടിലേക്ക് തിരിച്ചു. ഇതേ നിമിഷത്തിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്കിൾ ഊവിൻ്റെ കാറുമായി ഹൈവേയിലേക്ക് കയറിയ മാർക്ക് കണ്ണു അടച്ചു പിടിച്ച് വാഹനം ഓടിക്കുകയാണെന്ന് പറയാം. ശരിക്കും എതിരെ വരുന്ന വാഹനങ്ങളും സൈഡിൽ കൂടെ വാഹനങ്ങളും ഒക്കെ അമ്പരപ്പോടെ ഇരുവശത്തേക്ക് ഒഴിഞ്ഞു മാറുകയായിരുന്നു. മാർക്ക് ഹൈവേയിലൂടെ ഏതാണ്ട് പറക്കുകയായിരുന്നു പറയാം. ബ്ലാക്ക് കുടുംബത്തിൽ മാർക്ക് എത്തുമ്പോൾ സെക്രട്ടറി അവിടെ കാത്തു നിൽക്കുകയാണ്. മാർക്കിനെ കണ്ടതും സെക്രട്ടറി ശരിക്കും മാർക്കിനോട് ചൂടാവുകയാണ്. ഏയ്, നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഏയ്, നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്ക്, മിസ് ബ്ലാക്ക് അവരുടെ സെക്യൂരിറ്റി ഗാർഡുകൾ മുഴുവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇട്ടത് കൊണ്ടാണ് അവരിപ്പോ തട്ടിക്കൊണ്ടുപോയത്. സെക്രട്ടറി പറഞ്ഞ ആ വാചകം ശരിക്കും മാർക്കിനെ വളരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാർക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാനേ ആരെങ്കിലും അവൻ്റെ ചുറ്റും ഉണ്ടെന്നുള്ള കാര്യം ഇതുവരെയും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എമിലി ബ്ലാക്ക് തന്നെ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അമ്പരന്ന് പോയ മാർക്ക് സെക്രട്ടറി ചോദിച്ചു, ഏയ്, എമിലിയുടെ മുറി ഏതാണ്? എന്തിനാ എമിലിയുടെ മുറി പോകുന്നത്? ഏയ്, എവിടെയാണ് എമിലിയുടെ മുറിയെന്ന്? മാർക്കിന്റെ ശബ്ദം ഒന്ന് മാറിയതും സെക്രട്ടറി അതിവേഗം എമിലിയുടെ മുറിയിലേക്ക് മാർക്കിനെ കൊണ്ടുപോയി. എമിലിയുടെ മുറിയിലെത്തിയ മാർക്ക് ആ മുറി തലകും വിലകും പരിശോധിക്കുകയാണ്. കിടക്കയാണ് കൂടുതൽ പരിശോധിക്കുന്നത്. ഏയ്, നീ എന്താ മിസ് ബ്ലാക്കിന്റെ കിടക്ക നോക്കുന്നത്? അതിന് മറുപടി പറയാതെ ആ ഷീറ്റും തലയുടെ ഒക്കെ നോക്കുകയാണ്. അല്പനേരം അവിടേക്ക് നോക്കിയിട്ട് അവൻ സെക്രട്ടറി ചോദിച്ചു, ഇതെന്താ ഒരു മുടി ഇവിടെ ഇല്ലാത്ത? ഏയ്, ഇത് മിസ് ബ്ലാക്കിന്റെ മുറിയാണ്, ഇവിടെ എപ്പോഴും വൃത്തിയായിരിക്കും. അത് കേട്ടതും അവൻ സെക്രട്ടറി ചോദിച്ചു, നോക്കേ, എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് മിസ് ബ്ലാക്കിന്റെ ഒരു മുടി വേണം. മിസ് ബ്ലാക്കിന്റെ മുടിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്കൊരു മുടി വേണമെന്ന്. അങ്ങനെ മാർക്ക് ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും സെക്രട്ടറി അവിടുന്ന് പുറത്തേക്ക് ഓടി. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു തോർത്തുമായി അവിടേക്ക് വന്നു. മിസ് ബ്ലാക്ക് ഉപയോഗിക്കുന്ന ഒരു ടവലാണ് അയാൾ കൊണ്ടുവന്നത്. അതിനകത്ത് മിസ് എമിലി ബ്ലാക്കിന്റെ മുടികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് വ്യക്തമായി കാണാം. ശരിക്കും ഭാഗ്യത്തിന് 2 മുടിയിഴകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം. മാർക്ക് ആ ടൗലും കയ്യിൽ വാങ്ങിച്ചു. അതിനുശേഷം അയാൾ സെക്രട്ടറിയോട് പറഞ്ഞു, നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങി. എന്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്കൊരു പിടിയില്ല. പക്ഷെ അയാൾക്ക് മാർക്കിനെ ധിക്കരിക്കാനും പറ്റില്ല. അയാൾ മുറിക്ക് പുറത്തിറങ്ങിയതും മാർക്ക് ആ വാതിലങ്ങ് അടച്ചു. മുറി അടച്ച മാർക്ക് എമിലിയുടെ ആ 2 മുടിയും ആ ടൗലിൽ നിന്ന് ഇളക്കിയെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അതിനുശേഷം ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ മാർക്ക് ഗ്ലാസ്സിലുള്ള ഒരു പാത്രം കണ്ടു. മാർക്ക് ആ ഗ്ലാസ് പാത്രമെടുത്ത് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ആ 2 മുടിയും എടുത്തിട്ടു. ആ മുടിയിഴകൾ ആ ഗ്ലാസ് പാത്രത്തിനകത്തേക്ക് ഇട്ട മാർക്ക് അടുത്തത് ചെയ്തത് അയാളുടെ ചൂണ്ടുവിരൽ ഒന്ന് മുറിക്കുകയാണ്. ചൂണ്ടുവിരലിൽ നിന്ന് രക്തം ആ മുടിയിലേക്ക് വീണു തുടങ്ങി. മുടിയിലേക്ക് ആ രക്തം വീണു തുടങ്ങിയതും വലത് കൈയിലെ ചൂണ്ടുവിരൽ മാർക്ക് ആ മുടിയിലേക്കും രക്തത്തിലേക്കും ഒന്ന് ചൂണ്ടി. ശരിക്കും മാർക്കിൻ്റെ ശരീരത്തിൽ നിന്ന് ആ മുടിയിലേക്ക്
ഒരു ചൂട് വന്നു തുടങ്ങി. അവൻ്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി അവൻ ആ മുടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതേസമയത്ത് ആ സ്പിരിച്വൽ എനർജി ആ മുടിയിൽ പറ്റിയിരിക്കുന്ന മാർക്കിൻ്റെ രക്തത്തിലേക്കും സ്പർശിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഫലമായിട്ട് ആ മുടിയിഴ രക്തത്തോടൊപ്പം ഒന്ന് അനങ്ങി തുടങ്ങുകയാണ്. ആ ഗ്ലാസിനകത്ത് രക്തവും മുടിയും ചേർന്ന് പതുക്കെ പതുക്കെ ഒന്ന് മൂവ് ചെയ്യാണ്. ഒരു വൃത്താകൃതിയിൽ പതുക്കെ പതുക്കെ അതിങ്ങനെ ഓടുകയാണ്. അതിങ്ങനെ ഓടി ഓടി വരുമ്പോൾ അതിനകത്തൊരു വൃത്തം രൂപപ്പെട്ട് വരികയാണ്. ശരിക്കും വെറ്റിലയിൽ നോക്കി നമ്മൾ ആളെ കണ്ടുപിടിക്കുന്ന പോലെ ഒരു ടെക്നിക്ക്, ഒരു മാന്ത്രിക വിദ്യയാണ് മാർക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ആ രക്തത്തിൽ കലർന്ന മുടി ആ ഗ്ലാസിനകത്ത് ഇങ്ങനെ ഓടുമ്പോൾ മാർക്കിന് അതിനകത്ത് കൃത്യമായി എമിലി ബ്ലാക്കിനെ കാണാം. അടുത്ത നിമിഷത്തിൽ മാർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. ശരിക്കും അമ്പരം നിൽക്കുന്ന സെക്രട്ടറിയോടായി മാർക്ക് പറഞ്ഞു, ഞാൻ എമിലിയെ കണ്ടു. എമിലിയെ കണ്ടെന്നോ? അങ്ങനെ ചോദിച്ച സെക്രട്ടറിയോട് മറുപടി പറയാതെ മാർക്ക് അവൻ്റെ കാറിന് നേരെ ഓടുകയായിരുന്നു. മാർക്ക് കാറുമായി പുറത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ അമ്പരന്ന് വാപൊളിച്ച് നിൽക്കുകയാണ് സെക്രട്ടറി. അയാൾക്ക് എന്താണ് സംഭവിക്കുന്ന ഒരു പിടിയില്ല. ഈ സമയത്ത് ഷോണിന്റെ മുറിയിലേക്ക് ഓടിയെത്തിയ ഫ്രെഡി ഷോണിനോട് ചോദിച്ചു, ഷോൺ, നീ അറിഞ്ഞ എന്താ അച്ഛാ? ഇടാ എമിലിയെ ആരെ തട്ടിക്കൊണ്ടുപോയി. അത് കേട്ടതും ഷോൺ അങ്ങ് ചിരിച്ചു. അവൻ ഒരേ ചിരി. പൊട്ടിച്ചിരിക്കുന്ന അവനോടായി ഫ്രെഡി ചോദിച്ചു, ഷോൺ, നീ എന്തിനാ ചിരിക്കുന്നത്? അച്ഛാ ഇത് എന്തറിഞ്ഞിട്ടായി ചോദ്യം ചോദിക്കുന്നത്? ആരാ എമിലിയെ തട്ടിക്കൊണ്ടുപോയെന്ന് അച്ഛനോട് ചോദിക്കും. അവൻ്റെ ചോദ്യം കേട്ട ഫ്രെഡി പെട്ടെന്ന് കറണ്ട് അടിച്ചതുപോലെ അങ്ങ് നിന്നു പോവുകയാണ്. അമ്പരപ്പോടെ ഷോണിനെ നോക്കുന്ന ഫ്രെഡിയോടായി ഷോൺ പറഞ്ഞു, അച്ഛാ ഞാനാ അവളെ തട്ടിക്കൊണ്ടുപോയത്. ശരിക്കും വലിയൊരു കാര്യം ചെയ്ത ഒരു സന്തോഷം ഷോണിന്റെ മുഖത്തുണ്ട്. ഷോൺ അങ്ങനെ പറഞ്ഞതും ആദ്യം ഒന്ന് സ്ട്രക്കായി പോയെങ്കിലും ഫ്രെഡി കൈ നിവർത്തി ഒരു അടിയാടി. അടിയേറ്റ് ഷോൺ കറങ്ങി താഴെ വീണു. നശിച്ചവരെ, നീ എല്ലാം നശിപ്പിച്ചു. ശരിക്കും ഭ്രാന്ത് വന്നതുപോലെ ഫ്രെഡി അലർന്നു കണ്ടതും ഷോണും വല്ലാണ്ടായി. അവൻ ആദ്യമായിട്ടാണ് അവൻ്റെ അച്ഛൻ തല്ലുന്നത്. അച്ഛൻ്റെ തല്ലി. ഇടാ, നിന്നെ തല്ലികല കൊല്ലുക വേണ്ടത്. നീ എന്താ ചെയ്തെന്നറിയാവോ? അങ്ങനെ ഷോണിനോട് ഫ്രെഡി ചോദിച്ചതും ഷോൺ ഫ്രെഡിയോട് പറഞ്ഞു, അച്ഛൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളാണ് ഇത് ചെയ്തതെന്ന് ആരും അറിയില്ല. ഷോൺ ആ വാചകം പറഞ്ഞപ്പോൾ അതുവരെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്ന ഫ്രെഡി അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ പറഞ്ഞേ? ആരും അറിയില്ലെന്നോ? അച്ഛാ, ഇത് ചെയ്തത് ആ കട്സനാണ്. കട്സനെ കൊണ്ട് ഞാനാണ് ചെയ്യിപ്പിച്ചതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. കട്സൺ റോജേഴ്സിനെ ഫ്രെഡിക്കും അറിയാം. ഫ്രെഡിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ അസിസ്റ്റ് ചെയ്യുന്നത് കട്സനാണ്. ഇടാ, നീ പറയുന്നത് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാവോ? ഈ കട്സനെ ബ്ലാക്ക് കുടുംബം ഒന്ന് ചോദ്യം ചെയ്താൽ ആ നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്ന എനിക്കറിയാവോ? അവൻ പറയും നമ്മുടെ പേര്. അച്ഛൻ പറയുന്നത്, ഇടാ നീ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാവോ? ഫ്രെഡിയുടെ ആ ചോദ്യത്തിന്റെ അർത്ഥം ഷോണിന് മനസ്സിലായി. അച്ഛാ, എനിക്ക് മനസ്സിലായി, ഞാനത് ചെയ്യാം. കട്സൺ റോജേഴ്സ് ജീവിച്ചിരുന്നാൽ തങ്ങൾ പിടിക്കപ്പെടാനുള്ള സർവ്വസാധ്യതയുണ്ടെന്ന് ഫ്രെഡി ഷോണിനോട് പറയാതെ പറയുകയാണ്. അത് മനസ്സിലാക്കിയ ഷോൺ ഉടൻ തന്നെ ഫോണെടുത്ത് ആരെയോ ഫോൺ വിളിച്ചു. ഈ നിമിഷത്തിൽ ഒരു വിജനമായ റോഡിലൂടെ വാഹനം ഓടിക്കുകയാണ് മാർക്ക്. മാർക്കിന്റെ കാറ് എത്തി നിന്നത് ഒരു മലയുടെ സമീപത്താണ്. ശരിക്കും ആ മലയ്ക്കുള്ളിലായി ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത് ഒരു കല്ലിന് മുകളിൽ ഇരിക്കുകയാണ് എമിലി ബ്ലാക്ക്. എമിലിയുടെ കൈയും കാലും കെട്ടിയിട്ടുണ്ട്. അവൾക്ക് കാവലായി 2 ആളുകളുമുണ്ട്. ആ കാവൽക്കാരുടെ കണ്ണുകൾ എമിലി തന്നെയാണ്. അതിലെ ചെറുപ്പക്കാരൻ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഈ സുന്ദരിയെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക? ആ ചെറുപ്പക്കാരന്റെ ചോദ്യം കേട്ടതും കൂടെയുള്ള ആളോ പറഞ്ഞു, ഇടാ അതൊന്നും വേണ്ട, അവളെ തുടരുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതെങ്ങനെ ശരിയാവും? ഇതുപോലൊരു സുന്ദരിയെ ഞാൻ സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സുന്ദരി നമ്മളടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് തൊടാതെ നമ്മളെങ്ങനെ തിരിച്ചയക്കുക? ആ ചെറുപ്പക്കാരൻ്റെ ആ ചോദ്യം
കൂടെയുള്ള ആളെയും ഒന്ന് ആവേശഭരിതരാക്കുന്നുണ്ട്. നീ പറയുന്നത് ശരിയാണ്, ഞാനും ഇതുപോലൊരു സുന്ദരിയെ ആദ്യമായാ കാണുന്നത്. എമിലി ബ്ലാക്ക് ആ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ അവന്മാരോട് പറഞ്ഞു, ഡേയ്, നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചെയ്യുന്നതെന്ന് അറിയാവോ? ഞാൻ ആരെന്നറിയാവോ? ഏയ്, നിങ്ങൾ ആരും ആവട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നീ സുന്ദരിയാണെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ വിഷയം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ കൂടെയുള്ള ആളും അത് ആവർത്തിച്ചു. അതെ അതെ സുന്ദരി, നീ ആരെന്നുള്ള കാര്യം നീ അങ്ങ് മറന്നേക്ക്. നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ രണ്ട് ചെറുപ്പക്കാരൻ നിന്നോടൊപ്പം കുറച്ചു നേരം ഒന്ന് രസിക്കുന്നതിൽ നിനക്ക് വേറെ വിരോധമൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാർ രണ്ടുപേരും നടന്ന് എമിലിയുടെ അടുത്തെത്തി. തൻ്റെ തൊട്ടടുത്തെത്തിയ ആ ചെറുപ്പക്കാരോടായി എമിലി പറഞ്ഞു, ഏയ് നോക്ക്, നിങ്ങൾ എൻ്റെ പുറത്തു തൊട്ടാൽ പിന്നെ നിങ്ങൾ രണ്ടും ഉണ്ടാവില്ല. അത് കേട്ടപ്പോൾ അതിൽ പ്രായം കുറഞ്ഞ ആള് പറഞ്ഞു, ഏയ് സുന്ദരി, നിന്നെ ഒന്ന് തൊട്ടിട്ട് ചത്താലും എനിക്കൊരു വിരോധവുമില്ല. ശരിക്കും അവന്റെ മൈൻഡ് സെറ്റിൽ എമിലിയെ കണ്ടതിന് ശേഷം വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. എമിലിയെ ഒന്ന് തൊട്ടതിന് ശേഷം അവനെ ആരെങ്കിലും തല്ലിക്കൊന്നാലും അവന് ഒരു വിരോധവുമില്ല. അതാണ് അവന്റെ പറച്ചിലിന്റെ ബേസ്. അത് കേട്ടപ്പോ ആ കൂടെയുള്ള ആള് ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് ആ ഗുഹയ്ക്കുള്ളിലേക്ക് നമ്മുടെ മാർക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് ഒരു ആൾപെരുമാറ്റം കേട്ട ആ ചെറുപ്പക്കാർ ഞെട്ടിത്തിരിയപ്പോ മാർക്ക് അവരടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ വലത് കാല് ഒന്ന് ഉയർന്നു പൊങ്ങി. അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് ആ രണ്ട് ഗുണ്ടകളും മുട്ടൊടിഞ്ഞ് താഴെ ആ ഗുഹയിൽ കൂത്തി നിൽക്കുന്നതാണ്. ശരിക്കും മാർക്ക് അവരുടെ കാൽമുട്ട് നോക്കി ഓരോ ചവിട്ടി ചവിട്ടിയതാണ്. രണ്ടുപേരും പൊട്ടിയ മുട്ടുമായി ഇടിച്ച് താഴെ വീണ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇരു കരങ്ങളും രണ്ടുപേരുടെയും കഴുത്തിലാണ്. മാർക്ക് അവന്മാരുടെ രണ്ടുപേരുടെയും കഴുത്തിൽ വിരലുകൾ അമർത്തി പിടിച്ചിട്ട് അവനോട് ചോദിച്ചു, ഏയ്, ആരാ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ക്ഷമിക്കണം, ഒരു കഴ്സനാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. കഴ്സൺ റോജേഴ്സ് എന്ന വ്യക്തിയാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെന്ന് കേട്ടതും ഒരു ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. മാർക്കിന്റെ ഇടത് കൈയും വലത് കൈയും അവരുടെ കഴുത്തിൽ ഒന്ന് അമർന്ന ശബ്ദമാണ് കേട്ടത്. ആ ശബ്ദത്തോടെ അവർ രണ്ടുപേരും താഴേക്ക് വീണു. രണ്ടുപേരുടെയും കഴുത്ത് പൊട്ടിയിരിക്കുകയാണ്. ശരിക്കും അവരുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് മാർക്ക് അവരെ കൊന്നതാണ്. തറയിലേക്ക് വീണത് രണ്ട് ഡെഡ് ബോഡികളാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ എമിലി ബ്ലാക്ക്. എമിലി വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി താഴെ വീട് കിടക്കുന്ന ആ ബോഡികളിലേക്ക് നോക്കുന്ന കണ്ട മാർക്ക് പെട്ടെന്ന് എമിലിയുടെ മുന്നിലേക്ക് കയറി. എമിലിയുടെ കാഴ്ച മറച്ചുകൊണ്ട് മാർക്ക് എമിലിയോട് പറഞ്ഞു, ഏയ് എമിലി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അതിവേഗം അവളുടെ കെട്ടുകളെ കഴിച്ചു. ശരിക്കും എമിലിക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ അവളൊന്ന് മയങ്ങി വിടാൻ പോയതും മാർക്ക് എമിലി എടുത്ത് അവന്റെ ഷോൾഡറിലോട്ട് കിടത്തി. എമിലിയെ ഷോൾഡറിൽ കിടത്തിക്കൊണ്ടാണ് മാർക്ക് മലയിൽ നിന്ന് താഴേക്ക് നടക്കുന്നത്. താഴേക്ക് നടക്കുമ്പോൾ കാറ്റിടിച്ച് കണ്ണു തുറന്ന എമിലി മാർക്കിനെ തന്നെ കൗതുകപൂർവ്വം നോക്കുകയാണ്. ശരിക്കും അവളുടെ മുഖത്ത് വല്ലാത്തൊരു കൗതുകമുണ്ട്. അവൾ ആദ്യം കണ്ട മാർക്കും ഇന്ന് അവൾ കാണുന്ന മാർക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതാ രണ്ടാളുകളെ അവളുടെ കൺമുന്നിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ മാർക്കിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നു. അത് ചെയ്യാൻ അവനൊരു മടിയും ഉണ്ടായില്ല. എമിലിയുമായി മാർക്ക് ബ്ലാക്ക് കുടുംബത്തിൽ മടങ്ങിയെത്തുമ്പോൾ അവിടെ നിറയെ ആളുകളാണ്. മിഡിൽ സിറ്റിയിലെ ഒരുപാട് പ്രമുഖർ അവിടെ എത്തിയിട്ടുണ്ട്. എമിലി ബ്ലാക്കിനെ തട്ടിക്കൊണ്ടുപോയ കഥ പലരും അറിഞ്ഞിരിക്കുകയായിരുന്നു. മാർക്കുമായി എമിലി പുറത്തിറങ്ങിയതും ആളുകൾ ഓടി അവിടെ എത്തി. എമിലി എല്ലാവരും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, നമുക്ക് പിന്നീട് സംസാരിക്കാം, എനിക്ക് ഒത്തിരി ക്ഷീണമുണ്ട്. അങ്ങനെ എമിലി പറഞ്ഞതും സകല ആളുകളും അവിടെ നിന്ന് പിരിഞ്ഞു. എമിലിയെ സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. മാർക്ക് എങ്ങോട്ട് പോകുന്നു? ഞാൻ വീട്ടിലേക്ക് പോകുന്നു, എനിക്ക് ഒത്തിരി ക്ഷീണമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അതിവേഗം പുറത്തേക്ക് പോകുമ്പോൾ സെക്രട്ടറി എമിലിയോട് പറഞ്ഞു, നോക്കൂ മിസ് ബ്ലാക്ക്, അവൻ എന്തൊരു സ്വഭാവമാണിത്. മിസ് എമിലിക്ക് ഇത്രയും ക്ഷീണമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒന്ന് ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ അവൻ വേഗം പോയില്ലേ? സെക്രട്ടറി അങ്ങനെ പറയുമ്പോൾ മാർക്ക് പോയ വഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എമിലി. ആ നിമിഷത്തിൽ സെക്രട്ടറി എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഞാൻ മിസ് ബ്ലാക്കിനെ മിസ്സായ ആ നിമിഷത്തിൽ ന്യൂസ് സെലസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് ഇങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് സെക്രട്ടറി ഇപ്പോ എമിലിയോട് പറഞ്ഞത്. ബ്ലാക്ക് കുടുംബത്തിൽ ഇതാ വിവരം അറിഞ്ഞിരിക്കുന്നു. ബ്ലാക്ക് കുടുംബം ആ വിവരത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ കുറിച്ച് എമിലിക്ക് നല്ല ധാരണയാണ്.
അതുകൊണ്ട് തന്നെ എമിലി സെക്രട്ടറി ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അതിവേഗം അവിടെ മുറിയിലേക്ക് നടന്നു. ഈ സമയത്ത് അവിടെ നിന്ന് തിരിച്ച മാർക്ക് ഡ്രാഗൺ പാരഡൈസിലെത്തി. ഡ്രാഗൺ പാരഡൈസിലെ മാർക്കിന്റെ വീടിൽ നിന്ന് കുറച്ച് മാറി അതേ കോംപ്ലക്സിൽ തന്നെയാണ് സാക്ഷാൽ കട്സനും താമസിക്കുന്നത്. കട്സൺ വല്ലാതെ അസ്വസ്ഥയോടി അവന്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവന്റെ അസ്വസ്ഥത കണ്ടതും സൺ യാനിമ അവനോട് ചോദിച്ചു, കട്സൺ എന്തു പറ്റി, എന്താ ഇത്ര ടെൻഷൻ? കട്സന്റെ ടെൻഷൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി അവൻ ചില നമ്പറുകൾ ട്രൈ ചെയ്യുകയാണ്. കാവൽ നിൽക്കുന്ന ആളുകളുടെ ഫോണിലേക്കാണ് അവൻ വിളിക്കുന്നത്. ആ ഫോണുകൾ കണക്ട് ആകുന്നില്ല, ആ ഫോണുകൾ ആരും എടുക്കുന്നില്ല എന്നതാണ് സത്യം. അവർ ഫോൺ എടുക്കാത്തതിന്റെ ഒരു ടെൻഷനാണ് കട്സൺ ഉള്ളത്. കട്സൺ യാനിമയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് ഒരാൾ അകത്തേക്ക് വന്ന ആള് അധികം സംഭാഷണത്തിനൊന്നും ശ്രമിക്കാതെ കട്സന്റെ കഴുത്തിലങ്ങ് പിടിച്ചു. ആരാധേ? അതേ ചോദ്യം കട്സനും യാനിമയും ഒരുമിച്ച് ചോദിക്കുമ്പോൾ ആ വ്യക്തി കട്സനോട് പറഞ്ഞു, നിന്നെ കൊല്ലാനുള്ള ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആരാധേ? വീണ്ടും കട്സൻ അങ്ങ് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യൻ കൂടി ആ മുറിയിലേക്ക് കടന്നു. ഇപ്പോ കടന്നു വന്ന ആളെ യാനിമയ്ക്ക് അറിയാം. മാർക്ക്, പ്ലീസ് ഞങ്ങളൊന്ന് സഹായിക്കും. ആ മുറിക്കകത്തേക്ക് കിടന്ന മാർക്ക് കാണുന്നത് കട്സന്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരാൾ കൂടി ആ മുറിക്കകത്തേക്ക് കടന്നു എന്ന് കണ്ട കട്സനെ പിടിച്ചിരിക്കുന്ന ആള് ഒന്ന് തിരിഞ്ഞു. ആരാ നീ? നിനക്കെന്താ അവിടെ കാര്യം? ആ ആള് ആ ചോദ്യം ചോദിച്ചതും മാർക്ക് അയാളോട് പറഞ്ഞു, അവനെ വിട്. ഞാൻ ചോദിച്ച മനസ്സിലായില്ലേ, നിനക്കെന്താ അവിടെ കാര്യമെന്ന്? അങ്ങനെ ചോദിച്ചിട്ട് കട്സനെ വിട്ട ആ വ്യക്തി മാർക്കിന് നേരെ തിരിഞ്ഞു. മാർക്ക് കൂടുതലൊന്നും പറയാതെ ശരിക്കും വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആ അപരിചിതന് മനസ്സിലായിട്ടില്ല. അയാളുടെ മുന്നിലേക്ക് കുതിച്ച മാർക്കിന്റെ വലത് കൈ ഒരു ശബ്ദത്തോടു കൂടി അയാളുടെ ബോഡിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ശരിക്കും ആ കൈ ബോഡിയിലൂടെ തുളച്ച് മറുഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഒരു വലിയ ഹോള് ഒറ്റ ഇടിക്ക് അയാളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുകയാണ്. ആ ആക്ഷനിൽ അമ്പരന്ന് പോയ ആ മനുഷ്യൻ കണ്ണു തുറന്ന് മാർക്കിനെ ഒന്ന് നോക്കി മുന്നോട്ടങ്ങ് വീണു. ഈ കാഴ്ച വളരെ അടുത്ത് ക്ലോസപ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സാക്ഷാൽ യാനിമ സൺ. അവൾക്കൊപ്പം 3 കൊല്ലം അവളുടെ ഭർത്താവായി ജീവിച്ചിരുന്ന മാർക്ക് ഇതാ അവളുടെ കൺമുന്നിലിട്ട് ഒരാളെ ഇടിച്ചു കൊന്നിരിക്കുകയാണ്. അതും സങ്കല്പിക്കാൻ ആവാത്ത ശൈലിയിൽ. യാനിമ ആ കാഴ്ച കണ്ട് ഒന്ന് അലറുമ്പോൾ മാർക്കിന്റെ ഇടത് കൈ ഒന്ന് പൊങ്ങുകയാണ്. ആ ഇടത് കൈക്കൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കും അതിവേഗം മുന്നോട്ട് പറന്നു. ശരിക്കും ആ ബുക്ക് ഞാനിവിടെ വായിക്കുന്നതിനെ പാഞ്ഞു വന്നത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ ബുക്ക് അതിശക്തമായി അവിടെ വായിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ശരിക്കും ഇനി ശബ്ദിക്കരുത് എന്നുള്ള ഒരു സൂചന ആ ആക്ഷനിലുണ്ട്. ഈ നിമിഷത്തിൽ ഏതാണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്ന കട്സൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ക്ഷമിക്കണം, ഒന്നും എന്റെ തെറ്റല്ല. മാർക്ക് എന്തെങ്കിലും ചോദിക്കും മുമ്പ് കട്സൺ മാർക്കിനോട് പറഞ്ഞു, എല്ലാം ആ ഷോണാ ചെയ്യിച്ചത്. ഷോൺ പറഞ്ഞനുസരിച്ചാ ചെയ്തത്. ഷോൺ തോംസൺ പറഞ്ഞതനുസരിച്ചാണ് കട്സൺ എമിലി ബ്ലാക്കിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് അവൻ തന്നെ ഇതാ സമ്മതിച്ചിരിക്കുകയാണ്. എമിലിയെക്കുറിച്ച് ഒരു ചോദ്യവും മാർക്ക് ചോദിക്കാതെ തന്നെ കട്സൺ ആ കാര്യം സൂചിപ്പിക്കുകയാണ്. കട്സനെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് കട്സനോട് പറഞ്ഞു, നിനക്ക് ഞാൻ പലതവണ വാണിംഗ് നൽകിയതാണ്, ഇനി നീ വേണ്ട. മാർക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കട്സന് മനസ്സിലാക്കും മുമ്പ് മാർക്കിന്റെ വലത് കൈ ഒന്ന് ഉയർന്നു താണു. ശരിക്കും ഒരു തണ്ണിമത്തന്റെ പുറത്ത് അതിശക്തമായി നമ്മൾ അടിച്ചാൽ തണ്ണിമത്തൻ പൊട്ടിച്ചേറില്ലേ, അതുപോലെ ആ നിമിഷത്തിൽ കട്സന്റെ തല ചിതറുകയായിരുന്നു. സകല സ്ഥലത്തേക്കും രക്തവും മാംസവും ചിതറിത്തെറിക്കുമ്പോൾ ഏതാണ്ട് ശ്വാസം നിലച്ചതുപോലെ യാനിമ താഴേക്ക് വീണ് അവൾ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. വിറച്ചുകൊണ്ട് കൈ കൂപ്പി പിടിച്ചുകൊണ്ട് അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് എന്നെ കൊല്ലരുത്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.